കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ റോമലേഖനം 12-ാം അധ്യായത്തിലേക്ക് നമ്മുടെ പഠനം കൊണ്ടുവരികയുണ്ടായി. 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യം കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ചു. അതിൻ്റെ ശേഷം നമ്മൾ 3-ാം വാക്യം തുടങ്ങി ചിന്തിപ്പാനായിട്ട് ആരംഭിച്ചു. എന്നാൽ 3 തൊട്ട് നമുക്ക് ശ്രദ്ധിപ്പാനായിട്ട് നോക്കാം. നാം ഓർത്തു റോമലേഖനത്തെ എങ്ങനെ വിഭാഗിച്ചിട്ടുണ്ട്. 12-ാം അധ്യായം ഹൗ ടു സെർവ് ഗോഡ്, ദൈവത്തെ എങ്ങനെ സേവിക്കണം എന്നുള്ള ഭാഗമാണ് 12-ാം അധ്യായം തുടങ്ങി. മഹത്വീകരണം അല്ലെങ്കിൽ ഗ്ലോറിഫിക്കേഷൻ. ദൈവം ഒരു മനുഷ്യനെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യം നിവർത്തിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ അതിൻ്റെ മഹത്വം അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. ആ മഹത്വീകരണം എന്ന വിഷയം അല്ലെങ്കിൽ ദൈവത്തെ എങ്ങനെ സേവിക്കണം എന്നുള്ള വിഷയം 12-ാം അധ്യായത്തിൽ ഓർപ്പിക്കുകയാണ്. 12-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കണം. അതിൻ്റെ ശേഷം നമ്മുടെ മനസ്സെങ്ങനെയായിരിക്കണം നമ്മൾ ഓർത്തു. ഈ ലോകത്തിന് അനുരൂപരാകരുത്. നമ്മൾ പഠിക്കുകയുണ്ടായി. നമ്മളെ ലോകത്തിൽ പ്രസ് ചെയ്ത് നമ്മളെ വേറെ ഒരു മൗൾഡിൽ ലോകത്തിൻ്റെ മൗൾഡിൽ പ്രസ് ചെയ്ത് അതിൻ്റെ ഇംപ്രഷൻ നമ്മളിൽ നൽകി നമ്മളെ ഒരു ലോകമനുഷ്യനാക്കാനായിട്ട് ശ്രമിക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മളെ വളരെ വ്യക്തമായി നമ്മൾ കണ്ടു. ലോകത്തിൽ നമ്മളെ തിരഞ്ഞെടുത്തു, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാക്കി. നമ്മൾ അല്പകാലം ഇവിടെ ജീവിക്കുന്നത് അന്യരും പരദേശികളുമായിട്ടാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സിന് രൂപാന്തരം ഉണ്ടാകണം, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണം. നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നമ്മൾ ഓർക്കണം, ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ത്രിഭാഗ പ്രകൃതിയാണ്. അവനൊരു ശരീരമുണ്ട്, അവനൊരു മനസ്സുണ്ട് അല്ലെങ്കിൽ സോളുണ്ട്, അവൻ്റെ ഉള്ളിലൊരു ആത്മാവുണ്ട്. ഈ 3 ഭാഗവും എങ്ങനെ ദൈവത്തിന് കൊടുക്കണം എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ആ ഭാഗമൊന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചോട്ടെ. അതിൻ്റെ 1-ാം വാക്യത്തിൽ കാണുകയുണ്ടായി, നമ്മുടെ ശരീരങ്ങളെ, ദാറ്റ് ഈസ് അവർ ബോഡി, നമ്മുടെ ശരീരം ദൈവത്തിന് യാഗമായി അർപ്പിക്കണം, ജീവനും വിശുദ്ധിയുള്ള യാഗമായി അർപ്പിക്കണം. നമ്മളത് പഠിച്ചുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല. 2ാമത് നമ്മൾ കണ്ടു, അതിൻ്റെ 2ാം വാക്യത്തിൻ്റെ അവസാനം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. സോളാണത്. റിന്യൂ ദ സോൾ, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ സോൾ. നമ്മൾ ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായി ദൈവഹിതം നമ്മൾക്ക് മനസ്സിലായി നമ്മുടെ മനസ്സിനൊരു രൂപാന്തരം ഉണ്ടാകണം. 3ാമത് മനുഷ്യന് ആത്മാവുണ്ട്. 11-ാം വാക്യം നോക്കിക്കാട്ടെ. 11-ാം വാക്യം, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. എ ഫെർവെന്റ് ഇൻ ദ സ്പിരിറ്റ്, ജ്വലിക്കണം. അതായത് ഉത്സാഹത്തിൽ ഒരു മടുപ്പുമില്ലാതെ ആത്മാവിൽ എരിയുന്നൊരു വ്യക്തിയായിരിക്കണം ദൈവത്തെ വേണ്ടവണ്ണം സേവിക്കേണ്ടത്. അപ്പോൾ ആ 3 ഭാഗവും നമുക്ക് നോക്കാം. നമുക്ക് പിന്നീട് 11-ാം വാക്യത്തിൽ വരുമ്പോൾ ആ ഭാഗം അല്പം കൂടെ വിശദമായി നോക്കാം. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കട്ടെ, ഹൗ ടു സെർവ് ഗോഡ്, ദൈവത്തെ എങ്ങനെ സേവിക്കണം, ദൈവത്തിന് പ്രസാദകരമായ ഒരു സേവനം എങ്ങനെ നടത്തണം. എൻ്റെ ശരീരം ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമായ യാഗമായി കൊടുക്കണം. എൻ്റെ മനസ്സ് ദിനംതോറും രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ ആത്മാവിൻ്റെ ഉള്ളിൽ ജ്വലിക്കുന്ന ഒരാത്മാവായിരിക്കണം. ക്ഷീണിച്ച് മന്ദീഭവിച്ച് ഉറങ്ങുന്ന ആത്മാവല്ല. ഇറ്റ് ഷുഡ് ബി എ ബേണിംഗ് സ്പിരിറ്റ്. ഒരു ഉത്സാഹമുള്ള ഒരാത്മാവ് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണമെന്നുള്ളത് ഈ ഭാഗത്ത് പഠിപ്പിക്കുന്നു. അപ്പോൾ ശരീരം, നമ്മുടെ സോള്, നമ്മുടെ സ്പിരിറ്റ്, ഈ 3 ഭാഗത്തെക്കുറിച്ചും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ സേവിക്കണം. ഇനി നമ്മൾ എങ്ങനെ സേവിക്കണം, ദൈവത്തെ എങ്ങനെ സേവിക്കണം, അതിൻ്റെ 3-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളോട് ഓരോരുത്തരോട് പറയുന്നു. പൗലോസ് വലിയൊരു അപ്പോസ്തലനാണ്. നമ്മൾ ഓർക്കണം, എത്രയോ ശക്തമായി ദൈവ കരങ്ങളിൽ ഉപയോഗിച്ച ഒരു മനുഷ്യനാണ് പൗലോസ്. പക്ഷെ പൗലോസ് എത്ര സുബോധമായിട്ടാണ് പറയുന്നത്, എനിക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ നിങ്ങളോട് പറയുന്നു. അക്കോർഡിംഗ് ടു ദ മെഷർ ഓഫ് ഗിഫ്റ്റ് ഓർ ഫെയ്ത്ത് ദാറ്റ് ഈസ് ഗിവൻ ടു ഹിം. അവന് നൽകപ്പെട്ട കൃപയെ ആസ്പദമാക്കിയാണ് പൗലോസ് പറയുന്നത്. എന്നാൽ ഇവിടെ പ്രത്യേകം ഓർക്കുക, നമ്മുടെ ശുശ്രൂഷകൾ സുബോധത്തോടെ ആയിരിക്കണം. ഇന്നിവിടെ ഞങ്ങളെ കേൾക്കുന്നവരും ഈ മീഡിയയിലൂടെയൊക്കെ ശ്രദ്ധിക്കുന്നവരോട് ഓർപ്പിക്കട്ടെ, ദൈവസേവനം എന്നുള്ളത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാലയളവിൽ നമ്മൾ ജീവിക്കുകയാണ്. പലരുടെയും ധാരണ, ഞാനൊരു പാസ്റ്ററാണ്, ഞാനൊരു ഉപദേശിയാണ്, ഞാനൊരു അച്ഛനാകണം, ഞാൻ അങ്ങനെ ചിലതായെങ്കിലേ ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുകയുള്ളൂ എന്നൊരു ധാരണയുണ്ട്. അല്ല, നമ്മൾ ഇവിടെ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ചുമതലകൾ സുബോധത്തോടെ, സോബർ മൈൻഡഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ പൗലോസ് അതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്.
ഓരോരുത്തന് ആ കൃപയുടെ പങ്ക് ലഭിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് വേണം ശുശ്രൂഷ ചെയ്യാൻ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. ഭാവിച്ചുയരുന്നതിൻ്റെ പേരാണ് പ്രൈഡ്, അഹന്ത, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആരോ ആണെന്നൊരു ചിന്ത നമുക്കുണ്ടാകുകയാണ്. അത് പാടില്ല. ദൈവ ശുശ്രൂഷയിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന് ദൈവം നമ്മളെ എക്വിപ്പ് ചെയ്യും. നമുക്ക് ഒരു ശുശ്രൂഷ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ അതിനു വേണ്ട കഴിവ് നമുക്ക് തരും. ആ കഴിവാണ് ദൈവം ഉയർത്തെന്നിട്ട് കർത്താവ് നമുക്ക് തരുന്ന കൃപാവരങ്ങൾ. അതിന് കൊടുത്തിരിക്കുന്ന മറ്റൊരു പേരാണ് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ. ഒരളവിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എന്നാൽ ഈ ഭാഗം ആദ്യം നോക്കിയാട്ടെ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. വളരെ വ്യക്തമായ ഗലാത്യ ലേഖനം 6:3 ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഗലേഷ്യൻസ് 6:3 6:3 താൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ താൻ വഞ്ചിക്കുന്നു. അത് വഞ്ചിക്കുകയാണ്. അതായത് എനിക്ക് ലഭിച്ച കൃപയെക്കാട്ടിൽ, കൃപാവരങ്ങളെക്കാട്ടിൽ ഉയർന്ന് ഞാൻ ചിന്തിച്ചാൽ എന്നെ തന്നെ വഞ്ചിക്കുകയാണ്. എൻ്റെ എബിലിറ്റി ദൈവത്തിനറിയാം. അതിൽ കൂടുതലൊന്നും എന്നോട് ചോദിക്കുന്നില്ല. ഞാൻ സോബറായിട്ട് ചെയ്യണം. മാത്യു ഹെൻറി പറഞ്ഞിരിക്കുന്ന പോലെ സോബർട്ടി വിച്ച് കീപ്സ് us in our own place and station from intruding into the gift and office of others. മറ്റുള്ളവരുടെ ശുശ്രൂഷകളിൽ, മറ്റുള്ളവർക്ക് ദൈവം കൊടുത്ത കൃപാവരങ്ങളിലേക്ക് കൈകടത്താതെ നമുക്ക് നൽകിയ കൃപാവരത്തിൽ മാത്രം നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്നതാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ട സുബോധമായുള്ള ശുശ്രൂഷ എന്നുള്ളത് നോക്കുക. എന്നാൽ ഇവിടെ ഒരു വാക്ക് പ്രത്യേകം ഞാൻ നോട്ട് ചെയ്തത് എന്നാന്ന് ചോദിച്ചാൽ, അവിടെ നോക്കിയാട്ടെ, ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ, അക്കോർഡിംഗ് ടു ദ മെഷർ ഓഫ് ഫെയ്ത്ത് ദർ ഈസ് എ മെഷർ ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിനൊരു മെഷർ കാണുന്നു. വേറൊരു ഭാഗം നമുക്ക് നോക്കാം. ആ വാക്ക് വളരെ പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. 2 കൊരിന്ത്യർ 10-ാം അധ്യായം നോക്കിയാട്ടെ. 2 Corinthians chapter 10. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 12 തൊട്ടുള്ള വാക്യം നമ്മൾ ഒന്ന് വായിച്ച, ഞാൻ ആ ഭാഗം മുഴുവൻ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുകയല്ല. അവിടെ പൗലോസ് തങ്ങൾക്ക് ലഭിച്ച കൃപാവരങ്ങളോടുള്ള ബന്ധത്തിൽ കൊരിന്ത്യരെ ഉത്ബോധിപ്പിക്കുമ്പോൾ ആ വാക്ക് ആവർത്തിച്ച് പറയുന്നുണ്ട്. നോക്കിയാട്ടെ, അതിൻ്റെ 12-ാം വാക്യം തുടങ്ങി, തങ്ങളെ തന്നെ സ്നേഹിക്കുന്ന ചിലരോട് ഞങ്ങളെ തന്നെ ചേർത്തൊരുമിപ്പാനോ ഉപമിപ്പാനോ തുനിയുന്നില്ല. അവർ തങ്ങളാൽ തന്നെ തങ്ങളെ അളക്കുകയും തങ്ങളോട് തന്നെ തങ്ങളെ ഉപമിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തിരിച്ചറിവുള്ളവരല്ല. ഞങ്ങളോ അളവില്ലാതെ വണ്ണമല്ല. ആ വാക്ക് നോക്കിയാട്ടെ, ഞങ്ങളോ അളവില്ലാതെ വണ്ണമല്ല. വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ വീണ്ടും പൗലോസ് പറയാണ്, നിങ്ങളുടെ അടുക്കലോളം എത്തുമാറ് ദൈവം ഞങ്ങൾക്ക് അളന്നു തന്ന അതിരിൻ്റെ അളവിന് ഒത്തവണ്ണം പ്രശംസിക്കുന്നു. എത്രയോ പ്രാവശ്യം ആ വാക്കോട് ഉപയോഗിക്കുന്നതെന്നറിയാമോ? 15-ാമത്തെ വാക്യം വരെ നോക്കാം. ഞങ്ങൾ നിങ്ങളുടെ അടുക്കലോളം എത്താതെ അതിർ കടന്നു പോകുന്നുവെന്നല്ല, ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ അടുക്കലോളം വന്നിട്ടുണ്ടല്ലോ. ഞങ്ങൾ മറ്റുള്ളവരുടെ പ്രയത്നഫലം കൈവശമാക്കി അളവില്ലാതെ പ്രശംസിക്കുന്നുവെന്നുമല്ല. വീണ്ടും ഉപയോഗിക്കുന്നു, അളവില്ലാതെ പ്രശംസിക്കുന്നതെന്നല്ല. നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചാൽ ഞങ്ങളുടെ അതിരിനകത്ത് നിങ്ങളുടെ ഇടയിൽ അത്യന്തം വലുതായ ഫലം പ്രാപിക്കുന്നു. നോക്കുക, ഇവിടെ പൗലോസ് കൊരിന്ത്യരോട് പറയുകയാണ്, ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത് ദൈവം ഞങ്ങൾക്ക് എന്ന അളവിനൊത്തവണ്ണമാണ്. അനേക പ്രാവശ്യം ആ ഭാഗത്തിൽ അതെടുത്ത് പറയുന്നുണ്ട്. നമ്മൾ റോമലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ വായിച്ചതാണ് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ. സോ ഓരോരുത്തരോടുമുള്ള ബന്ധത്തിൽ ദൈവം ഒരു അളവുണ്ട്. ദർ ഇസ് എ മെഷർമെൻറ്റ്. പൗലോസ് അപ്പോസ്തലനുമൊക്കെ ഈ അപ്പോസ്തലന്മാർക്ക് അവർക്ക് ലഭിച്ച അളവിനനുസരിച്ചാണ് അവരോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷിച്ചത്. 12-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നോക്കിയാട്ടെ. റോമലേഖനം 12:16, നമ്മിൽ ഐക്യബന്ധപ്പെട്ട് വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുക. നോക്കുക, ഇവിടെ വീണ്ടും എടുത്ത് പറയുന്നു, വലിപ്പം ഭാവിക്കരുത്, ഭാവിക്കേണ്ടതിന് മീതെ ഉയരരുത്, വിശ്വാസത്തിലുള്ള പങ്കിട്ടതുപോലെ. നോക്കുക, ദൈവം നമ്മെക്കുറിച്ച് ശുശ്രൂഷിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമുക്ക് ചില ദാനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. യാക്കോബ് 1:17 വായിക്കുന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞവരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതാണ് ഈ എല്ലാ നല്ല ദാനങ്ങളും. എല്ലാ നല്ല ദാനങ്ങളും നമുക്ക് അങ്ങനെ ലഭിച്ചിട്ടുള്ളതേ ഉള്ളൂ. എന്നാൽ ഒരു വാക്യം കൂടെ 1 കൊരിന്ത്യർ 4:7 നോക്കിയാട്ടെ. 1 കൊരിന്ത്യർ 4:7 വാക്യം. അവിടെ വീണ്ടും
ഇതോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുന്ന ഒരു ഭാഗമാണ് 1 Corinthians chapter 4 verses 7. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിന്നെ വിശേഷിപ്പിക്കുന്നതാർ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? നിന്നെ വിശേഷിപ്പിക്കുന്നത് ആരാണ്? ലഭിച്ചതല്ലാതെ നിനക്ക് എന്താണുള്ളത്? നിനക്ക് ലഭിച്ചതേ ഉള്ളൂ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ട് തന്നിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ വീണ്ടും നോക്കിക്കാട്ടെ, 2 Corinthians 12:13 നമ്മൾ കണ്ടു ആ വിശ്വാസത്തിൻ്റെ അളവ്. എന്നാൽ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്, അളവ് കൂടാതാണ് അവന് കൊടുത്തത്. യോഹന്നാൻ 3:34 വായിക്കുന്നുണ്ട്. വീണ്ടും എഫേസ്യ ലേഖനം ഒന്നെടുക്കാം, 4-ാം അധ്യായം. പലപ്പോഴും കൃപാവരങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം പഠിക്കുന്ന ഒരു ഭാഗമാണ്. അവിടെയും ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം. വീണ്ടും വേണം നോക്കിയാട്ടെ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് കൃപാവരങ്ങൾ കൊടുക്കുന്ന വിഷയമാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. പറയുമ്പോൾ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന് അളവില്ലാതെ ദൈവം ആ കൃപകളൊക്കെ കൊടുത്തു. എന്നാൽ നമ്മോടുള്ള ബന്ധത്തിൽ നമുക്ക് അളന്നാണ് തന്നിരിക്കുന്നത്. ആ അളവ് കൂടാതെ ക്രിസ്തുവിന് ലഭിച്ചപ്പോൾ അവനിൽ വിളങ്ങിയ സൗമ്യതയും ശാന്തതയും ഒക്കെ നമ്മളൊന്ന് ആലോചിച്ച്, നമുക്ക് അല്പമേ ലഭിച്ചുള്ളൂ എന്നിട്ട് നമ്മളിവിടെ വായിച്ച പോലെ ഭാവിക്കണമെന്ന് മീതെ ഭാവിച്ചുയരരുത്, നമ്മൾ അഹങ്കരിക്കരുത്. നമ്മൾ ഇവിടെ 16-ാം വാക്യത്തിൽ വായിച്ച പോലെ നമ്മൾ ഭാവിക്കേണ്ടതിന് വലിപ്പം ഭാവിക്കരുത്. നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം ഗിഫ്റ്റിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ. വീണ്ടും ഇവിടെ പൗലോസ് ഓർപ്പിച്ചപ്പോൾ സുബോധമാകും വണ്ണം ശുശ്രൂഷിക്കണമെന്ന് പറയുമ്പോൾ നമുക്കിതിനകത്ത് വേറൊരു ഭാഗം കൂടെയുണ്ട്. നമുക്ക് ലഭിച്ചതിനെക്കുറിച്ച് നമുക്ക് സുബോധമുണ്ടായിരിക്കണം. ദൈവം എന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നു, ദൈവം എന്നെക്കുറിച്ച് ഈ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഞാനത് ചെയ്തിരിക്കണം. അതാണ് സുബോധമായിട്ടുള്ള ശുശ്രൂഷ. ഞാൻ മീതെ എനിക്ക് ലഭിച്ചതിനെക്കാട്ടിൽ ഉപരിയായിട്ട് ചിന്തിക്കരുത്, എനിക്ക് ലഭിച്ച അളവിനൊത്തവണ്ണം ചിന്തിക്കണം, എനിക്ക് ലഭിച്ചതിനെക്കാട്ടിൽ കുറച്ചും ചിന്തിക്കരുത്. അപ്പോൾ ഒരു സത്യം ഓർത്തോണം, എല്ലാവർക്കും ശുശ്രൂഷകൾക്ക് കർത്താവ് കൃപാവരങ്ങൾ നൽകി അവരെ കർത്താവ് അതിനുവേണ്ടി ഒരുക്കുന്നുണ്ടെന്നുള്ളത് പ്രത്യേക മറക്കാതെ ഓർക്കണം. ഇനി നമുക്ക് 4-5 വാക്യം നോക്കാം. ഒരു ശരീരത്തിന്, ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുകയാണ്, ഒരു ശരീരത്തിന് നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല ദാനം. അതുപോലെ പലരായി നാം ക്രിസ്തുവിലൊരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. എന്തൊരു പ്രയോഗമാണ്! ദ ഡോക്ട്രിൻ ഓഫ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ മാർമിക ശരീരത്തിൻ്റെ സത്യം ഇവിടെ പഠിപ്പിക്കുകയാണ്. ഇതിനെക്കാട്ടിൽ ഭംഗിയായിട്ട് ഒരു ഇലസ്ട്രേഷൻ കാണിക്കാനായിട്ടില്ല. എന്താ ഇലസ്ട്രേഷൻ? നമ്മുടെ ശരീരത്തിന് പല അവയവങ്ങളാണ്, പക്ഷേ അതിൻ്റെ യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ചേ, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. വിഭിന്നമായ അവയവങ്ങൾ, കൈകളുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, പക്ഷേ അതെല്ലാം പരസ്പരം സഹായിച്ചുകൊണ്ട് നിൽക്കുക. ഇവിടെ 5-ാം വാക്യത്തിൻ്റെ അവസാനം നാം ക്രിസ്തുവിൻ്റെ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാണ്. ആ വാക്കെന്നെ ചിന്തിപ്പിച്ചു. എല്ലാവരും തമ്മിൽ അവയവങ്ങളാണ്, എല്ലാവരും തമ്മിൽ അവയവങ്ങളാണ്. ഒരു ശരീരത്തിന് പല അവയവങ്ങളുണ്ട്. ഇത് 1 Corinthians 12-ാം അധ്യായം, എഫേസ്യ ലേഖനം 4-ാം അധ്യായം, ഇങ്ങനെ പല വേദഭാഗങ്ങളിൽ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്നുള്ളത് പ്രത്യേക ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ആ ശുശ്രൂഷകളുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുമ്പോൾ എടുത്ത് പറയുകയാണ് 5-ാം വാക്യത്തിൽ, അതുപോലെ പലരായി നാം ക്രിസ്തുവിൽ ഒരു ശരീരമാണ്. അതുപോലെ പലരായി നാം ക്രിസ്തുവിൽ ഒരു ശരീരമാണ്. നമ്മൾ ഓർക്കണം, എഫേസ്യ ലേഖനത്തിലേക്ക് വീണ്ടും ഒന്ന് കടന്നു വരാം. 1-ാം അധ്യായം നോക്കിക്കാട്ടെ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം, അതിൻ്റെ 22-ഉം 23-ഉം വാക്യം, 21 തൊട്ട് വായിക്കാം. തൻ്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവൻ്റെ കാൽ കീഴാക്കി വെച്ചു. അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നതിൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമായി സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായ അവൻ്റെ ശരീരമായി സഭ. എല്ലാം നിറയ്ക്കുന്നവനാണ്, പക്ഷേ അവൻ്റെ നിറവെന്ന് പറയുന്നത് അവൻ്റെ സഭയാണ്. എന്നാലോചിച്ച് നോക്കിക്കേ,
അവൻ എല്ലാം നിറയ്ക്കുന്നവനാണ്. പക്ഷേ അവൻ്റെ നിറവ് അവൻ്റെ സഭയാണ്. ആ സഭയ്ക്ക് കൊടുത്ത പേരാണ് അവൻ്റെ ശരീരമായി സഭ. ആ സഭയ്ക്ക് കൃപാവരങ്ങൾ കൊടുത്തിരിക്കുന്നുവെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ കൃപാവരങ്ങൾ കൊടുത്തിരിക്കുകയാണ്. എഫെസ്യർ 5-ാം അധ്യായത്തിൻ്റെ 28 വാക്യം ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോഴും ഭാര്യമാരെ സ്നേഹിക്കുവാൻ ഒക്കെ പറഞ്ഞിട്ട് ക്രിസ്തു സഭയെ ചെയ്യുന്നത് പോലെ നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയും കുറിച്ചാണ് പറയുന്നത്. ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഭാര്യ സ്വന്തം ശരീരമാണെന്ന് രേഖപ്പെടുത്തുന്നത് പോലെ ക്രിസ്തു സഭയുമായിട്ടുള്ള ബന്ധം ഏതാണ്ട് അതുപോലെ തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ്റെ ശരീരമായ സഭ, അവൻ ശിരസും നാം അവൻ്റെ ശരീരവും. നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ 12:13 ആത്മസ്നാനത്താൽ നമ്മെ ഒരു ശരീരമാക്കി ആ ശിരസിനോട് ബന്ധപ്പെടുത്തി. ആ വലിയൊരു ഒരു ഒരു സത്യമാണ് ഒരു പ്രാദേശിക സഭയിൽ നടക്കേണ്ടതെന്നുള്ളത് നമ്മൾ ഓർക്കണം. എന്നാൽ അതിൻ്റെ 4-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ രേഖപ്പെടുത്തി എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല. വളരെ ക്ലിയറായിട്ട് അവിടെ രേഖപ്പെടുത്തി എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. നോക്കുക, കണ്ണുണ്ട്, മൂക്കുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, വെവ്വേറെ ജോലിയാണ്. എന്നാൽ നാം എല്ലാവരും അവയവങ്ങളുമാണ്. വി സ്റ്റാൻഡ് ഇൻ റിലേഷൻ ടു വൺ അനദർ. ദൈവസഭയിൽ അന്യോന്യമുള്ള ബന്ധത്തിൽ നമ്മളായിരിക്കുന്നു എന്നുള്ള വലിയ സത്യം ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നു. വേറൊരു വാക്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിച്ചോട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം. എഫേഷ്യൻസ് ചാപ്റ്റർ 4:25. 25-ാം വാക്യം. അവിടെ വീണ്ടും നമ്മൾ വായിക്കുന്നു. ആകയാൽ പോസ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ. നാം തമ്മിൽ അവയവങ്ങളല്ലോ. പോസ്ക് ഉപേക്ഷിച്ച് നമ്മളിവിടെ വായിക്കുന്നു, പോസ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തൻ താൻ തൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. നാം തമ്മിൽ അവയവങ്ങളാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സത്യം പുതിയ നിയമം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു സ്ഥലസഭ എങ്ങനെ വർക്ക് ചെയ്യണം? ഇങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്. ഉയർച്ചെഴുന്നേറ്റ കർത്താവ് ഇന്നും സഭയ്ക്ക് കൃപാവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഉയർച്ചെഴുന്നേറ്റ കർത്താവ് ഇന്നും ഒരു സഭയ്ക്ക് കൃപാവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്തമായ ശുശ്രൂഷകൾക്ക് വേണ്ടി കർത്താവ് ആളുകളെ ഒരുക്കുകയാണ്. ആ കൃപാവരങ്ങൾക്ക് ആസ്പദമാക്കി ശുശ്രൂഷകൾ ചെയ്യണം. അത് നമ്മൾ ഓർത്തതുപോലെ ഒരു ശരീരത്തിന് വ്യത്യസ്തമായ അവയവമുള്ളതുപോലെ വ്യത്യസ്തമായ ജോലി നമ്മളിവിടെ 4-ാം വാക്യത്തിൽ വായിക്കുകയുണ്ടായി. ഒരു ശരീരത്തിന് പല അവയവങ്ങളുണ്ട്. എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല. എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല. അതുകൊണ്ട് പൗലോസ് ഓർപ്പിക്കുകയാണ്. ഇനി ശുശ്രൂഷകളെക്കുറിച്ച് പറയുകയാണ്. 6-ാം വാക്യം നോക്കിക്കാട്ടെ. 6-ാം വാക്യം. ആകയാൽ ദെർഫോർ, ഇത് സത്യം കൊണ്ടുവന്ന് സ്റ്റേറ്റ് ചെയ്തിട്ട് പറയുകയാണ്. ദെർഫോർ, ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ എന്ത് ശുശ്രൂഷ ചെയ്യണം? ഞാൻ എന്ത് ശുശ്രൂഷ ചെയ്യണം സഭയിൽ? ഇവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി, നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരം ഉള്ളതുകൊണ്ട്. ഇനി എന്താ പറയുന്നത്? പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം. ഞാനൊരു കാര്യം കൂടെ ഓർപ്പിച്ചോട്ടെ. നമുക്ക് 6-ാം വാക്യം വളരെ ആധികാരികമായൊരു വാക്യമാണ്. നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട്. എന്താണ്? ദ അതോറിറ്റി ആൻഡ് എബിലിറ്റി ഫോർ ദ മിനിസ്ട്രി ഓഫ് വർക്ക് ഈസ് ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ഒരുവൻ്റെ ശുശ്രൂഷയ്ക്ക് ആധാരമായി അതിൻ്റെ കഴിവും അതിൻ്റെ ആധികാരികയും നിൽക്കുന്നത് എന്നെ ഓർഡൈൻ ചെയ്തുകൊണ്ടല്ല, എന്നെ ചില ശുശ്രൂഷകളിലൂടെ ശുശ്രൂഷനാക്കിയതുകൊണ്ടല്ല. നമ്മൾ ഒന്നുകൂടെ ഞാൻ പറയട്ടെ. അതോറിറ്റി ആൻഡ് എബിലിറ്റി ഫോർ ദ മിനിസ്ട്രി വർക്ക് ആർ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. എന്നെ ശുശ്രൂഷകൾക്ക് എനിക്ക് ലഭിക്കുന്ന അധികാരവും എനിക്ക് തരുന്ന കഴിവും എന്തിനെ ആസ്പദമാക്കിയ? ദൈവം എനിക്ക് നൽകിയ കൃപാവരമാണ്. അതാണ് നമ്മുടെ സ്ഥലസഭകൾ പഠിപ്പിക്കുന്നത്. ദൈവ സഭയുടെ ശുശ്രൂഷകൾ എന്ന് പറഞ്ഞാൽ കർത്താവ് കൊടുത്ത കൃപാവരം. ഒരാളെ മൂപ്പനാക്കാൻ കൃപാവരം കൊടുത്താൽ അയാളെ തടസ്സപ്പെടുത്താൻ നിവൃത്തിയില്ല, അയാളായേ ഒക്കത്തുള്ളൂ. എന്നാൽ മനുഷ്യരിന്ന് ഒത്തിരി പേരെ ആക്കുന്നുണ്ട്, മാനുഷികമായ അപ്പോയിൻറ്റഡ്. എന്നാൽ കർത്താവ് അങ്ങനെ ആളുകളെ എഴുന്നേൽപ്പിക്കുമ്പോൾ അതിനുള്ള കഴിവ് കർത്താവ് കൊടുക്കും. അത് സഭയ്ക്ക് അനുഗ്രഹമായിരിക്കും. നമ്മളിവിടെ വീണ്ടും ഓർക്കുന്ന പോലെ 6-ാം വാക്യം ഈസ് എ വെരി സീരിയസ് വേഴ്സ്. എന്താ പറയുന്നത്? നമുക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം വെവ്വേറെ വരമുള്ളത് കൊണ്ട്.
ഞാൻ ഓർപ്പിച്ച പോലെ ശുശ്രൂഷകളുടെ അധികാരം, ശുശ്രൂഷകളുടെ കഴിവ് ഈ നൽകപ്പെടുന്ന കൃപാവരത്തെ ആസ്പദമാക്കിയാണ്. ഇത് ഊന്നി പഠിപ്പിക്കേണ്ട ആവശ്യമാണ്. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. നമുക്ക് അറിയാം, നമ്മൾ കൃപാവരങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 12, 13, 14 അധ്യായം. ഈ 3 അധ്യായങ്ങളാണ് കൃപാവരങ്ങളെക്കുറിച്ച് കൊരിന്ത്യ സഭയിൽ പൗലോസ് പറയുന്നത്. അതിൽ 13-ാം അധ്യായം കൊണ്ടൊന്ന് നടുക്ക് വെച്ചിരിക്കുക, സ്നേഹത്തിൻ്റെ അധ്യായം. എന്താ? ഈ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ ആ സ്നേഹം കൊണ്ട് അത് സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്ന പോലെ ഈ സ്നേഹത്തെ ആസ്പദമാക്കി വേണം അന്യോന്യം ശുശ്രൂഷിക്കാൻ. അന്യോന്യം ശുശ്രൂഷിക്കേണ്ടത് സ്നേഹത്തെ ആസ്പദമാക്കിയ. 1 കൊരിന്ത്യർ 12-ാം അധ്യായം, അതാണ് കൃപാവരങ്ങളുടെ വൺ ഓഫ് ദ ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ ചാപ്റ്റർ 12. 1 കൊരിന്ത്യർ 12-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം നോക്കിയാട്ടെ. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. നമ്മളിപ്പോൾ വായിച്ചതാണ്. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. 7-ാം വാക്യം നോക്കിയാട്ടെ. എന്നാൽ ഓരോരുത്തരും ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ദൈവം എന്തിനായി കൃപാവരം കൊടുക്കുന്നത്? പൊതുപ്രയോജനത്തിനായി. കൃപാവരങ്ങൾ നൽകപ്പെടുന്നത് പൊതുപ്രയോജനത്തിനാണ്, എൻ്റെ ആത്മീയവർദ്ധനയ്ക്ക് വേണ്ടിയല്ല. കൃപാവരങ്ങൾ നൽകുന്നത് പൊതുപ്രയോജനത്തിനാണ്. വീണ്ടും നമുക്ക് റോമലേഖനത്തിൽ തന്നെ മടങ്ങി വരാം. 12-ാം അധ്യായത്തിൻ്റെ 10 തൊട്ട്, സഹോദരപ്രീതിയിൽ തമ്മിൽ സായിവുണ്ട്, ബഹുമാനി അന്യോന്യം മുന്നിട്ടുകൊള്ളുവിൻ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിലുള്ള എരിവുള്ള കർത്താവിനെ സേവിപ്പിൻ. നോക്കുക, ഈ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്. എല്ലാവർക്കും ഒരേ കൃപാവരമല്ല. പരിശുദ്ധാത്മാവ് 1 കൊരിന്ത്യർ 12:11 വായിക്കുന്നുണ്ട്, താൻ ഇച്ഛിക്കും പോലെ. 1 കൊരിന്ത്യർ 12:11. എന്നാൽ ഇത് എല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവന് അതാത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവാണ് തന്നെ. ഞാൻ ഇന്ന് ഓർക്കുകയായിരുന്നു, ഇതിൻ്റെ പേര് തന്നെ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന. ഗിഫ്റ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്നാ? ദാനമെന്ന. യു കനോട്ട് അറ്റൈൻ ഇറ്റ്. നിനക്കത് സമ്പാദിച്ചെടുക്കാൻ നിവൃത്തിയില്ല. എനിക്കൊരു മൂപ്പനാകണം, എനിക്കൊരു സുവിശേഷകനാകണം, എനിക്കൊരു ടീച്ചറാകണം. അത് കൃപാവരം കർത്താവ് നൽകിയെങ്കിലേ നമ്മളെ കൊണ്ട് അത് സാധിക്കുള്ളൂ. ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. അതിൻ്റെ പേര് തന്നെ ഗിഫ്റ്റ് എന്ന. കർത്താവ് അത് കൊടുക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, എനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തോണം ഞാൻ നിങ്ങളോട് പറയുന്നു. ആ വിശ്വാസത്തിൻ്റെ അളവിനെക്കുറിച്ച് പൗലോസ് ഓർപ്പിച്ചു. നമ്മൾ എങ്ങനെ ശുശ്രൂഷിക്കണം ഒന്നുകൂടെ ഒരു വാക്യോടെ ഞാൻ കാണിച്ചോട്ടെ. 1 പത്രോസ് 4-ാം അധ്യായം വളരെ പ്രാധാന്യതയുള്ളൊരു വാക്യമാണ്. 1 പീറ്റർ ചാപ്റ്റർ 4 അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം നോക്കിയാട്ടെ. 4-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. അന്യോന്യം ശുശ്രൂഷിക്കണം. എങ്ങനെ ശുശ്രൂഷിക്കണം? വിവിധമായുള്ള കൃപാവരം. 1 കൊരിന്ത്യർ 12:11 നമ്മൾ കണ്ടു. ആത്മാവ് ഇച്ഛിക്കുന്നവർക്ക് വിഭാഗിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപ കൊണ്ട് നല്ല ഗൃഹവിചാരകന്മാരായി അന്യോന്യം ശുശ്രൂഷിക്കണം. സ്റ്റീവേർഡ് അതായത് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചു ശുശ്രൂഷിക്കാൻ, ഞാനത് ശുശ്രൂഷിക്കണം. 1-2 കാര്യം കൂടി ഞാൻ ഓർപ്പിച്ചോട്ടെ. ഈ കൃപാവരം ലഭിക്കാത്ത ആരെങ്കിലും ഇന്ന് ഇവിടെ ഇരിപ്പുണ്ടോ? ഇല്ല. ക്രിസ്ത്യ സമൂഹത്തിൽ ഏറിയ പങ്കാളുകളുടെ കൃപാവരം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് ഉപദേശത്തിൻ്റെ പെശകിലാണ് ഇത് പറ്റിയത്. എന്താണെന്ന് ചോദിച്ചാൽ, ക്ഷമിക്കണം ഞാൻ അല്പം തുറന്നു പറയുമ്പോൾ, ഒരു പാസ്റ്ററിൻ്റെ കീഴിൽ, ഒരു അച്ഛൻ്റെ കീഴിൽ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അവർ മാത്രം ശുശ്രൂഷിക്കും, ബാക്കിയുള്ളവരുടെ എല്ലാം കൃപാവരങ്ങൾ അവിടെ നിശ്ചലമായിട്ടിരിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചയും ഞാൻ ചെല്ലും, പാസ്റ്റർ കാര്യങ്ങൾ നടത്തിക്കോളും. എല്ലാ ഞായറാഴ്ചയും ഞാൻ പള്ളിയിൽ ചെല്ലും, അച്ഛൻ കാര്യം നടത്തിക്കോളും. നിങ്ങളുടെ കൃപാവരത്തിന് എന്നോ പറ്റി? തിരുവചനം എന്താ പറഞ്ഞേ? വിവിധമായുള്ള ദൈവകൃപ നൽകിയത് കൊണ്ട് അതിനെക്കൊണ്ട് നിങ്ങൾ അന്യോന്യം എന്ത് ചെയ്യണം? ശുശ്രൂഷിക്കാൻ ആവശ്യപ്പെട്ടു. അതാണ് കർത്താവിൻ്റെ, നമ്മൾ ഓർത്തതുപോലെ കർത്താവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്, സഭയെന്ന് പറയുന്നത് അങ്ങനെ ആയിരിക്കണം. ഒരു ബോഡി പോലെ ശരീരത്തിൻ്റെ വിവിധ അവയവങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ച് ആ ശരീരം ആ ശിരസിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് പോലെ. എന്നാൽ ഈ എന്ത് സംഭവിക്കുന്നു? 2 വാക്യം ഞാൻ കാണിക്കട്ടെ. ഈ കൃപാവരങ്ങൾ വിശ്വസിച്ചേൽപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിലുള്ള ആശയം. പരാധകെ, ഗിഫ്റ്റ്, വിശ്വസിച്ചേൽപ്പിച്ചു. പുരാതന കാലത്ത്
ക്ഷേത്രങ്ങളിലാണ്, ഇന്നത്തെ പോലെ ബാങ്കുകളില്ലെന്ന്. ഒരു അപ്പന് മക്കൾക്ക് വീതമൊക്കെ വെച്ച് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ മരിക്കുമ്പോൾ കുറേ പണമൊക്കെ കൊടുക്കണമെങ്കിൽ അന്നത്തെ കാലത്ത് കൊടുത്തിരുന്നത് ക്ഷേത്രങ്ങളിലാണ്. ഈ ക്ഷേത്ര അധികാരികൾ അത് ദൈവിക ദൗത്യമായിട്ടെടുത്തു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് ഇന്നത് കൊടുക്കണം, ഇത്ര പണം കൊടുക്കണം. അവർ വിശ്വസിച്ചേൽപ്പിച്ചു. അങ്ങനെ ഏൽപ്പിച്ചതിൻ്റെ പേരാണ് പരാധകേ. അതേ വാക്കാണ് കൃപാവരങ്ങൾക്കടുത്ത് ഉപയോഗിച്ചത്. ദൈവം നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ചു. അതുകൊണ്ടാണ് കർത്താവ് ഒരു ഭാഗത്ത് പറയുന്നത്, ഒന്നുകൊണ്ട് കുഴിച്ചിട്ടനോട് പറയുന്നത്, നീ എൻ്റെ ദ്രവ്യം, മൈമണി എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടതായിരുന്നു. അത് കർത്താവ് വ്യായം ചെയ്യാൻ എന്നിൽ നൽകിയതാണ്. എനിക്ക് 2 കാര്യം ചെയ്യാം. 2-1 ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ ഉള്ളവരൊക്കെ. ഏതാണെന്ന് നോക്കിയാട്ടെ. 2 തിമത്യോസിന് ലേഖനം ഒന്നെടുക്കാം. ഇത് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക. ഐദർ വൺ ഓഫ് ഇറ്റ്, ഇതിലേതെങ്കിലും ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുക. അത് വളരെ വ്യക്തമായി 1 തിമത്യോസ് 4-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നോക്കിയാട്ടെ. 1 തിമത്യോസ് 4-ന്റെ 14-ാമത്തെ വാക്യം. തിമത്യോസിനോടാ പൗലോസ് പറയുന്നത്, മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ച നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുത്. ഇംഗ്ലീഷ് വായിച്ചാൽ നെഗ്ലക്റ്റ് നോട്ട് ദ ഗിഫ്റ്റ് ദറ്റ് ഈസ് ഇൻ യു. അവൾ ഗിഫ്റ്റിനെ നെഗ്ലക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ എന്തോ ചെയ്യും? അല്ലെങ്കിൽ 2 തിമത്യോസ് 1-ാം അധ്യായം നോക്കിയാട്ടെ. 2 തിമത്യോസ് 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നോക്കിയാട്ടെ. അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണം. അതിൻ്റെ ശരിയായിട്ടുള്ള ആശയം ഫാൻ ഇറ്റ് ഇൻ ടു എ ഫ്ലെയിം. തമിഴ് ബൈബിളിലെ ഊതി കത്തിക്കണം. അപ്പം 2 കാര്യം നമുക്ക് ചെയ്യാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മെ വിശ്വസിച്ച് ചില കൃപാവരങ്ങൾ നമുക്ക് നൽകി. ആ കൃപാവരം തിമത്യോസിനോട് പറഞ്ഞ പോലെ ഒന്നിൽ നിനക്ക് ഉപേക്ഷയായിട്ട് വിചാരിക്കാം, അല്ലെങ്കിൽ നിനക്കത് എന്ത് ചെയ്യാം? ഊതി കത്തിക്കാം. ഫാൻ ഇറ്റ് ഇൻ ടു എ ഫ്ലെയിം. അതിനെ ജ്വലിപ്പിച്ചെടുക്കാം. എങ്ങനെ അതിനെ ജ്വലിപ്പിച്ചെടുക്കുന്നത്? അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഞാൻ എൻ്റെ കൃപാവരങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കി അത് വ്യായം ചെയ്ത്, കർത്താവ് നമ്മോട് പറഞ്ഞു, ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് ഉള്ളവന് വീണ്ടും കൊടുക്കും, അവൻ്റെ ഏറിക്കൊണ്ടിരിക്കും. അത് എക്സസൈസ് ചെയ്ത് അത് ചിലരെന്തോ ചെയ്യും, അത് ഉപേക്ഷയായിട്ട് വിചാരിച്ചു, ഞാൻ എന്തിനാ ഇതിനൊക്കെ പോകുന്നു, എന്തിനു ബുദ്ധിമുട്ടുന്നു, അതൊന്നും എൻ്റെ ജോലിയല്ല. എന്നാൽ ഓർക്കണം, നമ്മെ വിശ്വസിച്ചേൽപ്പിച്ചതാണ് ആ ഗിഫ്റ്റ്. നാം വളരെ കരുതേണ്ടത് ആവശ്യമാണ്. ശുശ്രൂഷ ചെയ്യേണ്ടത് പത്രോസ് രേഖപ്പെടുത്തിയ പോലെ വിവിധമായുള്ള ദൈവകൃപയുടെ ഗൃഹവിചാരകന്മാരാണ്. അതിനെക്കൊണ്ട് നാം അന്യോന്യം ശുശ്രൂഷിക്കണം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, ദൈവ ശുശ്രൂഷ നമ്മുടെ ഇഷ്ടത്തിനുള്ളതല്ല. ദൈവ ശുശ്രൂഷ, ദൈവം എന്ത് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അത് മനസ്സിലാക്കി അന്യോന്യം ശുശ്രൂഷിക്കുന്നതാണ് ദൈവ ശുശ്രൂഷയെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. വീണ്ടും നമുക്ക് നോക്കാം. ആ ശുശ്രൂഷയെക്കുറിച്ച് പറയുകയാണ്. 6-ാം വാക്യം നോക്കിക്കാട്ടെ. പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം. ആദ്യം എടുത്ത് പറഞ്ഞിരിക്കുന്നത് പ്രവചനമെങ്കിൽ. നിങ്ങൾ 1 കൊരിന്ത്യർ 14-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ പ്രവചനത്തിൻ്റെ പ്രാധാന്യത എടുത്ത് പറയുന്നു. പ്രവചനം. പക്ഷെ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ പ്രവചനം എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ ചിന്തിക്കുന്നത് ഭാവിയെക്കുറിച്ച് പറയുന്നതാണ് എന്ന് ഒരു തെറ്റിദ്ധാരണയുണ്ട്. അല്ല. പഴയ നിയമ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർ ഭാവിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പുതിയ നിയമത്തിൽ അങ്ങനെ അല്ലെന്നല്ല പറഞ്ഞത്. പുതിയ നിയമ പ്രവാചകന്മാർ മറ്റൊരു ശുശ്രൂഷയാണ് ചെയ്തത്. ഞാൻ തെളിയിച്ചു തരാം. അതായത് പ്രോഫിമി, പ്രോഫറ്റ് എന്നുള്ള വാക്കിൻ്റെ 2 ഗ്രീക്ക് വാക്കാണ്. പ്രോഫിമി. പ്രോ എന്ന് പറഞ്ഞാൽ ബിഫോർ ഓർ ഫോർ. ഫിമി ടു സ്പീക്ക് ബിഫോർ ഓർ സ്പീക്ക് ഫോർ. ഒരാൾക്ക് വേണ്ടി സംസാരിക്കുക, അല്ലെ ഒരാളുടെ മുന്നിൽ സംസാരിക്കുക. അതാണ് പ്രൊഫസി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അതാണ് പ്രൊഫസി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ആ അർത്ഥമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രവചനമെങ്കിൽ വിശ്വാസത്തിനൊത്തവണ്ണം. പ്രവാചകന്മാർ പ്രവചിക്കുമ്പോൾ അവരങ്ങ് പ്രവചിക്കേ ഉള്ളൂ. അതല്ല ഇവിടെ പറയുന്നത്. ഇവിടെ നൽകപ്പെട്ട വിശ്വാസ പ്രമാണമുണ്ട്. യൂദായുടെ ലേഖനം 3-ാം വാക്യമാണെന്ന് തോന്നുന്നു. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസം, ഫെയ്ത്ത്. ഞാനിവിടെ ഓർപ്പിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ബൈബിളിൽ വായിച്ചാൽ ദി ഫെയ്ത്ത് എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരാൾ പ്രവചിക്കുകയാണെങ്കിൽ, പൗലോസ് പ്രവചിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പൗലോസ് ശുശ്രൂഷിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ പൗലോസിൻ്റെ ജീവിതാന്ത്യത്തിൽ എന്താ പറഞ്ഞത്? ഞാൻ വിശ്വാസം കാത്തു. ഐ ഹാവ് കെപ്റ്റ് ദി ഫെയ്ത്ത്.
പൗലോസ്, ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്, ഒരു പാരഫ്രൈസ്ഡ് വേർഷനിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഐ ഹാവ് നോട്ട് ഫൗൾഡ് നോട്ട് ഈവൻ വൺസ്. ഞാൻ ഒരിക്കൽ പോലും ഫൗൾ ചെയ്തിട്ടില്ല, എനിക്ക് കിരീടം വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞെന്നറിയാമോ? ദൈവം വെളിപ്പെടുത്തിയ ആ വചനങ്ങളെ ആധാരമാക്കിയാണ് പൗലോസ് ദൈവത്തിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നത്. അതാ പ്രവാചകന്റെ ശുശ്രൂഷ. ഒരു പ്രവാചകന്റെ ശുശ്രൂഷ അതാണ്. നോക്കുക, പ്രവാചകൻ എന്നുള്ള വാക്ക് തെറ്റിദ്ധരിക്കരുത്. നമ്മൾ എഫേസ്യലേഖനം 2-ാം അധ്യായത്തിൽ വരുമ്പോൾ സഭ പണിയപ്പെട്ടത് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേല. ഇറ്റ് ഈസ് നോട്ട് ദ കണ്ടിന്യൂഷൻ ഓഫ് ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രൊഫറ്റ്സ്. അത് പഴയ നിയമ പ്രവാചകന്മാരുടെ പിന്തുടർച്ചയല്ല. പഴയ നിയമ പ്രവാചകന്മാരുടെ പിന്തുടർച്ചയായിരുന്നുവെങ്കിൽ ഇങ്ങനെ വന്നേനെ, പ്രവാചകന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും അടിസ്ഥാനത്തിന്മേൽ പണിതെന്ന് വന്നേനെ. അതല്ല, അപ്പോസ്തലന്മാർ പറഞ്ഞ ശേഷമാണ് പ്രവാചകന്മാർ. നമ്മൾ 1 കൊരിന്ത്യയിൽ വായിക്കുന്നുണ്ട്, ദൈവസഭയിൽ 1ാമത് അപ്പോസ്തലന്മാർ, 2ാമത് പ്രവാചകന്മാർ. എന്തിനാ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച്? നമ്മൾ ഓർക്കണം, എഴുതപ്പെട്ട പുതിയ നിയമം പൂർത്തീകരിക്കപ്പെടുന്നത് ഏതാണ്ട് AD 95. ക്രിസ്തുവിൻ്റെ മരണപുനരുത്ഥാനത്തിന് ശേഷം 60 വർഷം കൂടെ കഴിഞ്ഞു പുതിയ നിയമം പൂർത്തീകരിച്ച് കിട്ടാൻ, കാനോൻ പൂർത്തീകരിച്ച് കിട്ടാൻ. അത് പൂർത്തീകരിച്ചത് കൊണ്ട് വന്ന് പ്രിന്റിംഗ് ഇല്ല, കയ്യെഴുത്ത് പ്രതികളാണ്. പണ്ഡിതന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ഈ 12 അപ്പോസ്തലന്മാർക്ക് ഇത് ഇല്ലായിരുന്നു, പൗലോസിൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് പറയുന്നു, ബാക്കിയുള്ളവരുടെ കയ്യിൽ ഇത് ഇല്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ആ ഭാഗത്തിലേക്ക് ഞാൻ റിസർച്ച് ചെയ്യാനൊന്നും പോയിട്ടില്ല. ഏതായാലും ഒരു കാര്യം അറിയാം, അന്നിത് സുലഭമല്ല. എന്നാൽ അറിയപ്പെട്ട എല്ലാ ഇടങ്ങളിലും പുതിയ നിയമസഭ സ്ഥാപിച്ചു. അപ്പോസ്തലന്മാർ 12 പേരേ ഉള്ളൂ. എന്നോ ചെയ്യും? പുതിയ നിയമത്തിൻ്റെ ഉപദേശങ്ങൾ എങ്ങനെ പഠിപ്പിക്കും? അവരെങ്ങനെ അറിയും? എങ്ങനെ അവരോട് പറഞ്ഞു കൊടുക്കും? അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ദൈവം അന്ന് എഴുന്നേൽപ്പിച്ചു മറ്റൊരു കൂട്ടരെ. അപ്പോസ്തലന്മാരുടെ കൂടെ ആരെ കൂടെ എഴുന്നേൽപ്പിച്ചു? പ്രവാചകന്മാരെ. അവര് എന്താ ചെയ്തത്? ഈ പ്രവാചകന്മാർ എന്താ ചെയ്തത്? പ്രവാചകന്മാർ ആത്മിക വർധനയ്ക്കായി ജനങ്ങളോട് സംസാരിച്ചു. 1-2 വാക്യം നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം നോക്കിയാട്ടെ. ഇവരെന്താ ചെയ്തെന്ന് നോക്കാം. 1-ാം നൂറ്റാണ്ടിലെ 2 പ്രവാചകന്മാരുടെ ശുശ്രൂഷ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല വാക്യങ്ങളിൽ ഒരെണ്ണം ഞാനൊന്ന് പിക്ക് ചെയ്തോട്ടെ. 15-ാം അധ്യായം, ആക്ട്സ് ചാപ്റ്റർ 15, അതിൻ്റെ 32-ാമത്തെ വാക്യം നോക്കിയാട്ടെ. 15-ന്റെ 32 അവിടെ ഇങ്ങനെ വായിക്കുന്നു, യൂദാസും ശീലാസും പ്രവാചകന്മാരാകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. പ്രവാചകന്മാരാകൊണ്ട് പല വചനങ്ങളാലും സഹോദരന്മാരെ പ്രബോധിപ്പിച്ച് ഉറപ്പിച്ചു. അപ്പോൾ പ്രവാചകന്റെ ജോലി എന്നായിരുന്നു? യെസ്, ഇതാ ജോലി, പ്രബോധിപ്പിച്ച് ഉറപ്പിക്കുകയാണ്. യെസ്, 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നോക്കിയാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 13-ന്റെ 1. അന്ത്യോക്യ സഭയിൽ ബർന്നബാസ്, നീഗാർ എന്ന പേരുള്ള ശീമോൻ, കുറേനക്കാരൻ ലുക്യോസ്, ഈടപ്രഭുവായ ഹെരോദാവിൻ്റെ വളർന്ന മനയേൽ, ശൗൽ എന്നീ പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ ഉണ്ടായിരുന്നു. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. അവർ ജനത്തോട് പ്രബോധനങ്ങൾ കൊടുത്തു, ദൈവത്തിൻ്റെ വചനം അറിയിച്ചു കൊണ്ടിരുന്നു. ഇവിടെ രേഖപ്പെടുത്തി പുതിയ നിയമം കാനോനൊക്കെ പൂർത്തീകരിക്കപ്പെട്ടു. നമുക്കിനിയും പുതിയ ഒരു വെളിപ്പാടൊന്നും ആവശ്യമില്ല. ഈ പുസ്തകം 66 പുസ്തകത്തിൽ നമുക്ക് വേണ്ടതെല്ലാം വെളിപ്പെടുത്തിയിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടു, ഇന്നൊരാൾ പ്രവചിക്കുന്നെങ്കിൽ വെളിപ്പെടുത്തിയ വിശ്വാസത്തിനൊത്തോണമായിരിക്കണം. ഞാനിവിടെ നിന്ന് ബൈബിൾ സ്റ്റഡി എടുക്കുമ്പോൾ അത് വെളിപ്പെടുത്തിയ വിശ്വാസ പ്രമാണങ്ങളെ ആധാരമാക്കിയായിരിക്കണം. ഇതൊന്ന് ഓൾട്ടർ ചെയ്യാനോ ഒന്നും എനിക്ക് അവകാശമില്ല. പ്രവചിക്കുന്നവൻ വിശ്വാസത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ എനിക്ക് വെളിപ്പെടുത്തി തന്ന വിശ്വാസത്തിനൊത്തവണ്ണം, വിശ്വാസ പ്രമാണത്തിനൊത്തവണ്ണം. പൗലോസ് പറഞ്ഞു, ജീവിതാന്ത്യത്തിൽ ഞാൻ വിശ്വാസം കാത്തു. യൂദായുടെ ലേഖനത്തിൽ വായിക്കുന്നു, ആദ്യത്തെ എനിക്കൊന്ന് 2-ാമത്തെ വാക്യം 3-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നുണ്ട്, വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസം. എൻ്റെ സഹോദരന്മാരെ, ഈ പ്രവചനം എന്നുള്ളത് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ഒരു ഭാഗം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. ഇന്ന് ഇരുന്നപ്പോഴും ഞാനത് ഓർത്തുപോയി. പുറപ്പാട് ദിവസം ഒന്നെടുത്താട്ടെ. പുറപ്പാട് ദിവസവും 4-ാം അധ്യായം, എളുപ്പം മനസ്സിലാക്കാനുള്ളൊരു ഭാഗം. പുറപ്പാട് ദിവസം 4-ാം അധ്യായം, അതിൻ്റെ 16-ാമത്തെ വാക്യം നോക്കിയാട്ടെ. അതായത് മോശയോട് ജനത്തെ ചെന്ന് വിടുവിക്കാൻ പറഞ്ഞപ്പോൾ മോശ റിലക്റ്റൻ്റായി, പോകാൻ മടി കാണിച്ചു.
മോശ പറഞ്ഞു, ഞാൻ വിക്കനാണ്, എനിക്ക് സംസാരിപ്പാൻ നിവൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴികഴിവ് പറഞ്ഞപ്പോൾ പറഞ്ഞ വാക്കാണ് 4:16. നിനക്ക് പകരം ആരെയാ? അഹരോനെ കുറിച്ച് പറയുക. നിന്റെ സഹോദരനായ അഹരോൻ ഇതാ വരുന്നു, നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും, അവൻ നിനക്ക് വായായിരിക്കും, നീ അവന് ദൈവമായിരിക്കും. അവൻ നിനക്ക് വായായിരിക്കും. ഇനി 7-ാം അധ്യായം നിർത്താട്ടെ. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നോക്കിയാട്ടെ. പുറപ്പാട് 7:1. യഹോവ മോശയോട് അരുളിച്ചത്, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു, നിന്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. നിന്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. ഹി വിൽ ബി എ പ്രോഫറ്റ് ഫോർ യു. പ്രോഫിമി, വൺ ഹു സ്പീക്സ് ഫോർത്ത്, വൺ ഹു സ്പീക്ക് ഫോർ. അവൻ നിനക്ക് വേണ്ടി സംസാരിക്കും. അഹരോൻ മോശയ്ക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ ഇവിടെ വായിക്കുന്നുണ്ട്, നിന്റെ സഹോദരൻ അഹരോൻ നിനക്കൊരു പ്രവാചകനായിരിക്കും. വീണ്ടും നമ്മൾ ഓർക്കണം, ആരോ ഒരു ദൈവദാസൻ പറഞ്ഞ പോലെ നമ്മളൊക്കെ ആരാ? വി ആർ ലൗഡ് സ്പീക്കേഴ്സ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ലൗഡ് സ്പീക്കേഴ്സാണ്. ദൈവത്തിന് പറയാനുള്ളത് ദൈവത്തിന് വേണ്ടി സംസാരിക്കുക. ഞാൻ പലപ്പോഴും ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ കയറി നിൽക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കയറാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കും, മനസ്സിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ നിനക്ക് വേണ്ടി ഞാൻ അവിടെ നിൽക്കുകയാണ്, നിൻ്റെ വാക്കുകൾ ഞാൻ പറയാൻ പോവുകയാണ്, എന്നെ സഹായിക്കണം. എനിക്കറിയാം, ഐ എം സ്റ്റാൻഡിങ് ഫോർ ഹിം ആൻഡ് ഐ എം സ്പീക്കിംഗ് ഫോർ ഹിം. ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ അവന് വേണ്ടി നിന്ന് അവൻ്റെ വേണ്ടി സംസാരിക്കുകയാണ്. ഞാനത് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്ന പോലെ സത്യമായി ഞാൻ സംസാരിപ്പാൻ കടംപെട്ടവനാണ്. പ്രവചിക്കുന്നെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം, ഇല്ലെങ്കിൽ ദൈവം എന്നോട് ചോദിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വായിച്ചതുപോലെ പ്രവചനം വിശ്വാസത്തിന് ഒത്തവണ്ണമായിരിക്കണം. അപ്പോൾ ഒന്നത് പ്രവചനമെങ്കിൽ വിശ്വാസത്തോണം. 2, 7-ാം വാക്യം നോക്കിയാട്ടെ. ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ. എന്തിനാ പൗലോസ് അത് പറഞ്ഞത്? ശുശ്രൂഷയെങ്കിൽ ശുശ്രൂഷയിൽ. ഹി ദാറ്റ് മിനിസ്ട്രിങ് ഇൻ മിനിസ്ട്രി. മിനിസ്ട്രി എന്ന് പറയുന്നത്, ശുശ്രൂഷ എന്ന് പറയുന്നത് 2 വിധമായി ശുശ്രൂഷകളുണ്ട്. ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ. ആത്മീകമായും ഭൗമികമായും ഉണ്ട്. നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം. അപ്പോസ്തലന്മാർ വചന ശുശ്രൂഷിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുമ്പോഴാണ് അവിടെ വിധവമാരുള്ള ബന്ധത്തിൽ ഒരു പ്രശ്നം ഉടലെടുത്തു. അപ്പോൾ അവിടെ പറഞ്ഞു, 7 പേരെ നിങ്ങൾ ആത്മനിറവുള്ള നല്ല സാക്ഷ്യമുള്ളവരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അവരെ ശുശ്രൂഷയ്ക്ക് തിരഞ്ഞെടുക്കുകയാണ്. അവരുടെ പേരാണ് ശുശ്രൂഷകന്മാർ. പുതിയ നിയമത്തിൽ നമ്മൾ വിളിക്കും ഡീക്കൻസ്. ഭൗമികമായ ശുശ്രൂഷയാണത്. എന്നാൽ ആത്മീക ശുശ്രൂഷയുമുണ്ട്. മാർത്ത കർത്താവിനോട് പറയുന്നുണ്ട്, എന്നെ സഹായിപ്പാൻ അവളെ കൽപ്പിച്ചാലും. ആ സഹായം ചെയ്യുക എന്നുള്ളതാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനുള്ള വാക്കാണ് വാസ്തവത്തിൽ അവിടെ വന്നിരിക്കുന്നത്. ലിദിയയുടെ കുടുംബത്തെക്കുറിച്ച് അപ്പോസ്തലപ്രവൃത്തി 16:15 നമ്മൾ വായിക്കുന്നുണ്ട്. ഓൾ ഹാർട്ടഡ് സർവീസ്. നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്തയെന്ന് എണ്ണിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്ന് പാർത്ത് എൻ്റെ ശുശ്രൂഷയെ അനുഭവിപ്പാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ശുശ്രൂഷ നമ്മൾ ഓർക്കണം, വിവിധമായ അതൊരു ദൈവ ശുശ്രൂഷയാണ്. സ്തെഫാനോസിൻ്റെ കുടുംബം, അവരെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഭവനം വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾക്ക് ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തവരാണ്. ദൈവജനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവൻ. മൂന്നാമതെടുത്ത് പറഞ്ഞത് ഉപദേശിക്കുന്നവനെങ്കിൽ ഉപദേശത്തിൽ. ഹി ദാറ്റ് ടീച്ചത്ത് ഇൻ ടീച്ചിങ്. ദൈവജനം പഠിപ്പിക്കുന്നവൻ അതിൽ തന്നെ ഇരിക്കണം. എന്താ കാരണം? അവൻ പഠിച്ചുകൊണ്ടിരിക്കണം, അവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം, അവൻ അതിൽ തന്നെ മുഴുകിയിരിക്കണം. ഇവിടെ ഈ പൗലോസ് പറയുന്ന കാര്യം നോക്കിയാട്ടെ. പ്രവചിക്കുന്നവൻ അതിൽ തന്നെ, ശുശ്രൂഷിക്കുന്നവൻ അതിൽ തന്നെ, പിന്നെന്താ പറഞ്ഞത്? ഉപദേശിക്കുന്നവൻ, ഹി ദ ടീച്ചത്ത് ഇൻ ടീച്ചിങ്, ടീച്ച് ചെയ്യുന്നവൻ അതിൽ തന്നെ. നമുക്ക് ലഭിച്ച കൃപാവരങ്ങളിൽ സുബോധമുള്ളവരായി നമ്മളത് ചെയ്യുവാനായിട്ട് കടംപെട്ടവരാണ്. പ്രബോധിപ്പിക്കുന്നവൻ എങ്കിൽ പ്രബോധനത്തിൽ, പ്രബോധനം. ഉപദേശിക്കുന്നവൻ ഉപദേശത്തിൽ. പിന്നെ എടുത്തു പറഞ്ഞു പ്രബോധിപ്പിക്കുന്നവനെങ്കിൽ പ്രബോധനം, എക്സോട്ടേഷൻ. നമ്മൾ നോക്കുക, ഇത് രണ്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നു, അടുപ്പിച്ചാ പറഞ്ഞിരിക്കുന്നത്. ഉപദേശവും പ്രബോധനവും, ടീച്ചിങ്ങും എക്സോട്ടേഷനും. എന്തിനാ ഇത് രണ്ടും കൂടെ പറഞ്ഞിരിക്കുന്നത്? ഇത് രണ്ടും ഒന്നാണെന്ന് കരുതുന്നവരുണ്ട്. അല്ല, ഇത് രണ്ടും ഒന്നല്ല. നമുക്കൊരു വേദഭാഗം വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായം നോക്കിയാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായം. 11-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം നോക്കിയാട്ടെ. 11-ന്റെ 23-ാമത്തെ വാക്യം.
അവൻ ചെന്നു, ദൈവകൃപ കണ്ടു, എല്ലാവരും ഹൃദയനിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ പ്രബോധിപ്പിച്ചു. കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ പ്രബോധിപ്പിച്ചു. 26-ാം വാക്യം നോക്കിയാട്ടെ. അവനൊരു സംവത്സരം മുഴുവൻ സഭായോഗങ്ങളിൽ കൂടുകയും ബഹുജനത്തെ ഉപദേശിക്കുകയും ചെയ്തു. അന്ത്യോക്യയിലെ സംഭവമാണ്. അവിടെ നോക്കുക, ഈ 2 വാക്കും വരുന്നുണ്ട്. എന്താണെന്ന് നോക്കിയാട്ടെ, ഞാനത് രണ്ടും എടുത്ത് നോട്ട് ചെയ്യണം. 23-ാം വാക്യത്തിൽ പ്രബോധിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ 26-ാം വാക്യത്തിൽ നാം എടുത്തു വായിച്ചു, ഒരു സംവത്സരം മുഴുവൻ ഉപദേശിക്കുന്നുണ്ട്. ഉപദേശം എന്നുള്ളത് ടീച്ചിങ്, ആ പ്രബോധനം എന്നുള്ളത് എക്സോട്ടേഷൻ. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ടീച്ചിങ് ഈസ് ടു ദ മൈൻഡ്. ടീച്ചിങ് മൈൻഡിലാണ്. നമ്മൾ കോളേജിൽ പഠിച്ചു, നമ്മൾ സ്കൂളിൽ പഠിച്ചപ്പോഴൊക്കെ ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കുക. ദാറ്റ് ഈസ് ടു ദ മൈൻഡ്. ചില സത്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. റോമലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം നിങ്ങൾ അനുസരിച്ചു, നിങ്ങൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു. ടീച്ചിങ് ഈസ് ടു ദ മൈൻഡ്, ബട്ട് എക്സോർട്ടേഷൻ ഈസ് ടു യുവർ ഹാർട്ട് ഓർ യുവർ വിൽ. ഇറ്റ് ഈസ് എൻ അപ്പീൽ. നിന്റെ ഹൃദയത്തോടെ, നിന്റെ ഇച്ഛാശക്തിയോടുള്ളൊരു അപേക്ഷയാണ് എക്സോർട്ടേഷൻ. നമുക്ക് ഈ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ വേണേൽ ഇങ്ങനെ ടീച്ച് ചെയ്തുകൊണ്ടിരിക്കാം. കുറച്ചു നേരം കഴിയുമ്പോൾ ഒരു ബോറിങ് പോലെ തോന്നും. എന്നാൽ ഒരു എക്സോർട്ടേഷനോട് ഇതിൻ്റെ ഇടയിൽ വന്നാൽ ഇറ്റ് ഈസ് ആൻ അപ്പീലിംഗ് ടു ദ ഹാർട്ട്. ആ ഹൃദയത്തോടും അതൊരു അപ്പീൽ വന്നുകൊണ്ടിരിക്കും. ചിലർ ബൈബിൾ സ്റ്റഡിയൊക്കെ എടുക്കുന്നത് കണ്ടിട്ടില്ലേ? അതിങ്ങനൊരു മൊണോട്ടണസ് പോലെ ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കും. അതൊരു ടീച്ചിങ്ങാണ്. എന്നാൽ അതിനകത്ത് കുറച്ച് എക്സോർട്ടേഷൻ വരുമ്പോൾ നമ്മുടെ വില്ലിനെ ഒന്ന് തട്ടി ഉണർത്തുകയാണ്, നമ്മളെ ഒന്ന് അനുസരിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള വലിയ വ്യത്യാസം ഈ 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എക്സോർട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ പ്രബോധിപ്പിച്ച്, നമ്മളെ ഉത്സാഹിപ്പിച്ച്, നമ്മുടെ ഇച്ഛാശക്തിയെ കൈകടത്തി നമ്മളത് അനുസരിപ്പാൻ നമ്മളെ പ്രേരിപ്പിക്കുമ്പോൾ ടീച്ചിങ് ഈസ് ടു ദ മൈൻഡ്. ആ സത്യം നമ്മളെ പഠിപ്പിച്ചെടുക്കുകയാണ്. വീണ്ടും നമുക്ക് നോക്കാം. റോമലേഖനം അടുത്ത കൃപാവരം എടുത്ത് പറഞ്ഞിരിക്കുന്നു. എന്താണ്? ദാനം ചെയ്യുന്ന 8-ാം വാക്യം, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ. ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ ദാനം he that giveth with singleness of heart. He that giveth in singleness of heart. അതായത് മനസ്സിൻ്റെ ഏകാഗ്രതയോടെ ചെയ്യുവാൻ. സിംഗിൾനെസ് ഓഫ് ഹാർട്ട്. കഥ പറഞ്ഞു, വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത്. കൊടുക്കുമ്പോൾ യാതൊരു മടിയുമില്ലാതെ കൊടുത്തോണ്ടിരിക്കുക. ഒരു തെറ്റിദ്ധാരണയോടുണ്ട്. ഞാനൊന്ന് തെറ്റിദ്ധാരണ ഒന്ന് മാറ്റിക്കോട്ടെ, ക്ഷമിക്കണം. ഇന്നൊരു പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. അതായത് ദശാംശം കൊടുക്കണം, ഒരു കുഴപ്പമില്ല കൊടുത്താൽ. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ കമ്പൽസറി ടീച്ചിങ് ഇൻ ന്യൂ ടെസ്റ്റ്മെന്റ്. അത് ന്യായപ്രമാണത്തിൻ്റെ ഒരു പ്രമാണമാണ്. ന്യായപ്രമാണത്തിൽ നമ്മളെ മോചിപ്പിച്ചു. നമ്മൾ റോമലേഖനം 7-ാം അധ്യായം മുഴുവനതാണ് നമ്മളെ പഠിപ്പിച്ച്. ന്യായപ്രമാണത്തിൽ നമ്മളെ മോചിപ്പിച്ചു. ദശാംശം കൊടുക്കണോ? കൊടുത്തോ, കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ അതൊരു ടീച്ചിങ് അല്ല. പുതിയ നിയമത്തിനൊരു ടീച്ചിങ് ഉണ്ട്. എങ്ങനെ കൊടുക്കണമെന്ന്. എങ്ങനെയാണെന്നറിയാമോ? 2 കൊരിന്ത്യർ 9-ാം അധ്യായം എടുത്താട്ടെ. ദാറ്റ് ഈസ് എ ടീച്ചിങ്. അതാണ് പുതിയ നിയമത്തിൻ്റെ ടീച്ചിങ്, കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡം. 2 കൊരിന്ത്യർ 9:7. 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ച പോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നതിന് ദൈവം സ്നേഹിക്കുന്നു. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ച പോലെ കൊടുക്കട്ടെ. ചിലപ്പോൾ ഞാൻ 5% കൊടുക്കുള്ളൂ, ചിലപ്പം 10 കൊടുക്കും, ചിലപ്പം ഞാൻ 20 കൊടുക്കും. കോൾഗേറ്റിനെ പോലെയുള്ളവരൊക്കെ, കോൾഗേറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ദ മാൻ ഹു മെയ്ഡ് ഗോഡ് ആസ് എ ബിസിനസ് പാർട്ട്ണർ. ദൈവത്തെ ബിസിനസ് പാർട്ട്ണറാക്കിയ മനുഷ്യൻ ആ കോൾഗേറ്റിനെ പറയുന്നത്. അദ്ദേഹം ആദ്യം 10 കൊടുത്തു, 20 കൊടുത്തു, അങ്ങനെ കൊടുത്ത് അവസാനം ഞാൻ മനസ്സിലാക്കിയത് പുള്ളി ഏതാണ്ട് 1%, 5% എടുക്കത്തുള്ളൂ, ബാക്കി മുഴുവൻ ദൈവത്തിൻ്റെതാണ്. ലോകം മുഴുവൻ വ്യാപരിച്ചു. The man who made God as a business partner. നോക്കുക, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ച പോലെ സന്തോഷത്തോടെ കൊടുക്കും. നമ്മൾ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കണം, ബുദ്ധിമുട്ടി കൊടുക്കരുത്. എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കാൻ ചിലപ്പോൾ കൊടുക്കാൻ നിവൃത്തിയില്ല. കർത്താവ് നമ്മളെ ശിക്ഷിക്കുകയോ
നമ്മളെ എന്തെങ്കിലും അതുകൊണ്ട് അധിക്ഷേപിക്കുകയോ നമുക്ക് തരാനുള്ള അനുഗ്രഹം പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇങ്ങനെ കൊടുത്താലേ അനുഗ്രഹം കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അനുഗ്രഹമൊക്കെ കർത്താവ് അങ്ങ് വിതോൾഡ് ചെയ്യുമെന്ന്. അതൊക്കെ ചുമ്മാതെ മനുഷ്യനെ കാശ് കിട്ടാൻ വേണ്ടി മനുഷ്യനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ. അങ്ങനെയൊന്നും പുതിയ നിയമം പഠിപ്പിക്കുന്നില്ല. പുതിയ നിയമത്തിൽ നമ്മൾ ഓർക്കണം, റോമാലേഖനം 7-ാം അധ്യായം മുഴുവൻ നമ്മളെ പഠിപ്പിച്ചത് ന്യായപ്രമാണത്തിൽ നമ്മളെ മോചിപ്പിച്ചു. വി ആർ നോട്ട് അണ്ടർ ലോ. ലോയിലുണ്ട് 10-ൽ കൂടുതൽ കൊടുക്കണം, അവർക്ക് ദശാംശം കൊടുത്തേക്കുള്ളൂ, പിന്നെയും കൊടുക്കണം. എന്നാൽ ഇവിടെ പുതിയ നിയമത്തിൽ വന്നപ്പോൾ കർത്താവിനോടുള്ള സ്നേഹം മൂലം, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത് ഞാൻ കൊടുക്കും. ഞാൻ കൊടുക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാനുമല്ല, അത് കർത്താവിനോടുള്ള സ്നേഹം മൂലം ഞാൻ ചെയ്യുന്നതാണ്. ആ സ്നേഹത്തിൽ നിന്ന് ആരാധനാത്മകമായി ഞാൻ കൊടുക്കുമ്പോൾ സ്വർഗം എനിക്ക് പ്രതിഫലം തരും. കർത്താവിനറിയാം ഞാനത് കൊടുക്കുമ്പോൾ ഞരങ്ങി ബുദ്ധിമുട്ടി, ഞാൻ എൻ്റെ മോട്ടീവ് എന്താണ് അതൊക്കെ അറിയാം. എന്നാൽ പുതിയ നിയമത്തിൻ്റെ മാനദണ്ഡം അവനും ഹൃദയത്തിൽ നിശ്ചയിച്ച പോലെ കൊടുക്കണം, സന്തോഷത്തോടെ കൊടുക്കണം. കർത്താവ് അതിന് പ്രതിഫലം തരും. ഞാൻ ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ എന്ന വാക്കിലിവിടെ നമ്മൾ വായിക്കുന്ന സിംഗിൾനെസ് ഓഫ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ആ മനസ്സിൻ്റെ ഒരു പ്രത്യേക അവസ്ഥയാണ്. ഞാൻ മറ്റ് മോട്ടീവ്സിനോടുകൂടെ ഉള്ള ബന്ധത്തിലല്ല എന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കട്ടെ. വീണ്ടും എടുത്തു പറഞ്ഞു, ഭരിക്കുന്നവൻ ഉത്സാഹത്തോടെ. ഭരിക്കുന്നവൻ, ഹീ ദാറ്റ് റൂളത്ത് വിത്ത് ഡെലിജൻസ് എന്നാണ്. ഹീ ദാറ്റ് റൂളത്ത് വിത്ത് ഡെലിജൻസ്, അവൻ ഉത്സാഹത്തോടെ. റൂളിങ് അത് വാസ്തവത്തിൽ ഇവിടെ എൽഡേഴ്സിനുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. എന്നാൽ അവൻ ഭരിക്കുമ്പോൾ ഉത്സാഹത്തോടെ, ഡെലിജൻസിലായിരിക്കണം. വളരെ ഉത്സാഹത്തോടെ ഒരു ലോക്കൽ അസംബ്ലിയെ പരിപാലിക്കാൻ നമുക്ക് ഇത്രയും ഓർത്താൽ മതി. അത് ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമാണെന്ന് മനസ്സിലാകുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും കർത്താവിനെന്ന വണ്ണം ചെയ്യുവേൻ. ഒരു സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നു, ഞാനൊരു ശുശ്രൂഷയിൽ ഏർപ്പെടുന്നു. ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഞാൻ സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. സൺഡേ സ്കൂള് ഞാൻ എത്രയോ വിശ്വസ്തയോടുകൂടെ പഠിപ്പിച്ചു. ഞാൻ എത്രയോ പ്രിപ്പയർ ചെയ്ത് അതൊക്കെ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ഉത്സാഹമാണ് ഈ കൊച്ചു പിള്ളേരെയൊക്കെ പഠിപ്പിക്കാൻ. അത് ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഈ കർത്താവിൻ്റെ കുഞ്ഞുങ്ങളാണ്, കർത്താവിന് വേണ്ടി ചെയ്യുകയാണ്. ആ ചെയ്യുന്നതൊക്കെ കർത്താവിനെന്നോണം ചെയ്യുവാനായിട്ട് നമ്മളോട് ആവശ്യപ്പെട്ടു. അതുപോലെ സഭയെ ഭരിക്കുന്നവരും ഉത്സാഹത്തോടെ, ദൈവത്തിൻ്റെ ജനമാണ്, ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടമാണ് എന്നുള്ള ചിന്തയോടുകൂടി അത് ചെയ്യണം. വീണ്ടും എടുത്തു പറഞ്ഞു, ഈ വാക്യം എന്നെ വളരെ ആകർഷിച്ചിട്ടുണ്ട്, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ. ആ വാക്യം എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യണേ. കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ. കരുണ കാണിക്കുന്നവൻ നല്ല എഴുതിയത്, അവിടെ എഴുതിയ എന്തുവാ? കരുണ ചെയ്യുന്നവൻ. ഹീ ദാറ്റ് ഷോവത്ത് മേഴ്സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ കാണുന്നു. ഞാൻ അനേക വാക്യങ്ങൾ നോട്ട് ചെയ്ത്, എല്ലാം എടുത്താൽ ഒത്തിരി സമയമെടുക്കും. മത്തായി 14:14 നോട്ട് ചെയ്യുന്നവർക്ക് 1-2 വാക്യം പറയാം. മത്തായി 14:14, മത്തായി 18:27, മത്തായി 20:30 തൊട്ടുള്ള വാക്യം. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ യേശുക്രിസ്തുവിനെ എപ്പോഴെങ്കിലും കരുണയുള്ളവനായി കണ്ടാൽ അവൻ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നു. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണം. കരുണ ചെയ്യുകയാണ്. കരുണ, ഷോയിങ് മേഴ്സി, അതായത് ആവശ്യങ്ങളിരിക്കുന്നവരെ അവരോടൊരു കരുണ തോന്നുമ്പോൾ നമ്മൾ പ്രവർത്തനം നിരതരാം. നമ്മൾ കർത്താവിനെ കുറിച്ച് ഓർത്താൽ മതി. കർത്താവ് എപ്പോഴെങ്കിലും കരുണയുള്ളവനെ കണ്ടാൽ കർത്താവ് പ്രവർത്തിക്കുന്നു. നമ്മൾ ഓർക്കണം, നമ്മൾ രക്ഷിക്കപ്പെട്ട എങ്ങനെ? ഉയരത്തിൽ നിന്ന് ആർദ്ര കരുണ നമ്മളെ സന്ദർശിച്ചു. ഉയരത്തിൽ നിന്ന് ആർദ്ര കരുണ, ടെൻഡർ മേഴ്സി നമ്മളെ കടാക്ഷിച്ചപ്പോൾ നമ്മെ നിത്യനരകത്തിൽ കളയാതെ നമ്മളെ വീണ്ടെടുക്കുവാൻ കർത്താവിന് പ്രസാദം തോന്നി. എന്നാൽ ഇവിടെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. കരുണ ചെയ്യുന്നവൻ എങ്ങനെ ചെയ്യണം? പ്രസന്നതയോടെ. പ്രായമുള്ള അപ്പച്ചനെയും അമ്മച്ചയും നോക്കുക വീട്ടിൽ. ഗ്രാൻഡ് ഫാദേഴ്സിനെയും ഗ്രാൻഡ് മദേഴ്സിനെയും ഒക്കെ നോക്കുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. എൻ്റെ മദർലോയെ ഞാൻ 9 വർഷം എൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് ഞാൻ നോക്കി. ഞാൻ എൻ്റെ വൈഫിനോട് പറയും, മോളാകുമ്പോൾ ഇച്ചിരി കൂടെ ഒരു ഇറിറ്റേഷനൊക്കെ തോന്നാറുണ്ട്. മോളായുണ്ട് ഈ വാക്യം ഞാൻ ഓർപ്പിക്കും, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ. അമ്മച്ചിക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ ചിരിച്ചുകൊണ്ട് മാത്രമേ അവൾക്കത് കൊടുക്കാവൂ. ഒരിക്കലും ഒരു കറുത്ത മുഖം കാണിക്കരുത്. അത് അവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും.
കരുണ ചെയ്യുകയാണ്. എൻ്റെ അമ്മയെ നോക്കുന്നു, എൻ്റെ വല്യമ്മയെ നോക്കുന്നു, എൻ്റെ മദർലോയെ നോക്കുന്നു, എൻ്റെ പ്രായം ചെന്ന വീട്ടിലുള്ളവരെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ശരിയാണ്, ബുദ്ധിമുട്ടുണ്ട്. ബട്ട് ഐ എം സാക്രിഫൈസിങ്. ഞാൻ ആ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? പ്രസന്നതയോടെ ചെയ്യണം. അവർക്കെന്ത് സന്തോഷമായിരിക്കും. വാർദ്ധക്യം ചെല്ലുമ്പോൾ ആ സ്നേഹത്തോടുകൂടി ഒരു വാക്ക്, സ്നേഹത്തോടുകൂടി ഒരു പെരുമാറ്റം, സ്നേഹത്തോടുകൂടി അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവരുടെ ഹൃദയം അത് തണുക്കും. ഇവിടെ എടുത്തു പറഞ്ഞു, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ചെയ്യണം. അത് നമ്മൾ പ്രായോഗികമാക്കുവാനായിട്ട് ബാധ്യസ്ഥനാണെന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ പൗലോസ് കൃപാവരങ്ങളുടെ പട്ടികയിൽ ഏതാണ്ട് 7 കൃപാവരം എടുത്ത് ഇവിടെ പറഞ്ഞു. എല്ലാ കൃപാവരങ്ങളോട് പറഞ്ഞിട്ടില്ല, ഏതാണ്ട് 7 കൃപാവരങ്ങൾ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൃപാവരങ്ങൾ എങ്ങനെ ശുശ്രൂഷിക്കണം എന്നുള്ളത് പറഞ്ഞപ്പോൾ പൗലോസ് എടുത്ത് പ്രധാനമായി ചില കൃപാവരങ്ങൾ ഇവിടെ എടുത്ത് പറയുകയായിരുന്നു. ഇനിയും നോക്കുക, 9-ാം വാക്യം, സ്നേഹം നിർവ്യാജ്യമായിരിക്കട്ടെ. ലെറ്റ് ലവ് ബി വിതൗട്ട് ഹിപ്പോക്രസി അബൌട്ട് ദാറ്റ് വിച്ച് ഈസ് ഈവിൾ. ഇവിടെ എന്തിനാ ഈ സ്നേഹം എടുത്ത് വീണ്ടും പറഞ്ഞത്? 1 കൊരിന്ത്യർ 12, 13, 14 ഈ 3 അധ്യായങ്ങൾ കൃപാവരം പറയുക. അതിനകത്ത് 1 കൊരിന്ത്യർ 13-ാം അധ്യായം ലോകപ്രസിദ്ധമായ സ്നേഹത്തിൻ്റെ അധ്യായമാണ്. ഒരു സാൻഡ്വിച്ച് പോലെ ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവച്ചിരിക്കുക സ്നേഹം. അന്യോന്യം ശുശ്രൂഷിക്കുമ്പോൾ, കൃപാവരങ്ങളിൽ ശുശ്രൂഷിക്കുമ്പോൾ ഇവിടെ നമ്മൾ വായിച്ചതുപോലെ സ്നേഹം നിർവ്യാജ്യമായിരിക്കട്ടെ. നിർവ്യാജ്യം എന്ന് പറഞ്ഞാൽ വിതൗട്ട് ഹിപ്പോക്രസി. നമ്മുടെ ശുശ്രൂഷകൾ സ്നേഹത്തിൽ ചെയ്യുവാൻ 1 യോഹന്നാൻ 3:18 പറഞ്ഞോലെ വാക്കിനാലും നാവിനാലും അല്ല. 2 കൊരിന്ത്യർ 8:8 നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടത്. സഹോദരന്മാരെ, നമ്മുടെ സ്നേഹം ശോധന ചെയ്യുന്നു നമ്മളുടെ ഇടപെടലിലൂടെ. നമുക്ക് 16-ാം അധ്യായത്തിൽ വരുമ്പോൾ ചില കാര്യങ്ങൾ കൂടി അതുള്ള ബന്ധത്തിൽ പിന്നീട് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുക, തീയതിനെ വെറുക്കുക. ദർ ഇസ് എ പോസിറ്റീവ് ആൻഡ് ദർ ഇസ് എ നെഗറ്റീവ് ആസ്പെക്ട്. തീയതിനോട് വെറുക്കുകയും നമ്മൾ സ്നേഹത്തിൽ നിർവ്യാജ്യം ഉള്ളവരായിരിക്കാനായിട്ട് പറയുമ്പോൾ 10-ാം വാക്യത്തിൽ സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായിവുണ്ട്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുവാൻ. സഹോദരപ്രീതിയിൽ സ്ഥായിവുണ്ട്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുക. ലവ് ഓഫ് ദ ബ്രദറൻ, ടെൻഡർലി അഫെക്ഷനേറ്റ്. സഹോദരന്മാരെ സ്നേഹിക്കുക, സഹോദരന്മാരെ കരുതുക, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുക. എന്താ കാരണം? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ കൃപാവരങ്ങളുള്ള ബന്ധത്തിൽ ഒരുപാട് ജലസി ഉണ്ടാകും. കൃപാവരങ്ങളുള്ള ബന്ധത്തിൽ ശുശ്രൂഷകളിൽ വ്യാപൃതരായി കഴിയുമ്പോൾ ജലസി ഉണ്ടാകും. കൊരിന്ത്യ സഭയിൽ എന്താ സംഭവിച്ചത്? എന്തെങ്കിലും കൃപാവരത്തിന് അവിടെ കുറവുണ്ടോ? ഒരു കുറവില്ല കൃപാവരങ്ങളിൽ. പക്ഷേ അവർ ശേഷം മനുഷ്യരെ പോലായി മാറി. ആരാണ് വലിയവൻ എന്നുള്ളൊരു ചിന്ത, ഓരോ പക്ഷങ്ങൾ പിടിച്ചുള്ള പ്രശ്നങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 10-ാം വാക്യത്തിൽ സഹോദരപ്രീതിയിൽ തമ്മിൽ സായിബുണ്ട്, ബഹുമാനിക്കാൻ അന്യോന്യം മുന്നിട്ട് കൊള്ളുവാൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ വളരെ വ്യക്തമായി ഓർക്കണം, ഗിഫ്റ്റ് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഗിഫ്റ്റുള്ള ഒരു വ്യക്തിയോട് അസൂയ ഉണ്ടാകും. മറ്റുള്ളവർക്ക് അസൂയ തോന്നാം, എല്ലാവർക്കും തോന്നണമെന്നില്ല. എന്നാൽ അവരനുഭവിക്കും, അതൊക്കെ ഉണ്ടാകും. പൗലോസും ഒക്കെ ഇത് അനുഭവിച്ചു. അത് അതുകൊണ്ട് എടുത്തു പറയുക, ബഹുമാനിക്കുവാൻ അന്യോന്യം മുന്നിട്ട് കൊള്ളുവാൻ. കർത്താവ് കൃപാവരം കൊടുത്തവരെ ആദരിപ്പാൻ, ബഹുമാനിപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മാത്രമല്ല ഏത് സഹോദരനെയും ഓണർ ചെയ്യുവാൻ, അവന് ബഹുമാനം കൊടുപ്പാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്നുള്ളത് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. 11-ാം വാക്യം, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പിൻ. ആത്മാവിൽ എരിവുള്ളവരായി. അപ്പൊല്ലോസിനെ കുറിച്ച് വായിക്കുന്നു. വലിയ പരിജ്ഞാനമൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്. നോക്കിയാട്ടെ, അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം. അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം, 18-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം നോക്കിയാട്ടെ. 18-25. അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു, യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു. എങ്കിലും ആ വാക്ക് നോക്കിയാട്ടെ, അപ്പൊല്ലോസിനെ കുറിച്ച് പറയാം. അവൻ കർത്താവിൻ്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു, യോഹന്നാൻ്റെ സ്നാനത്തെക്കുറിച്ച് മാത്രം അറിഞ്ഞിരുന്നു. എങ്കിലും ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ യേശുവിൻ്റെ വസ്തുത സൂക്ഷ്മമായി പ്രസ്താവിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. സ്നാപയോഹന്നാൻ്റെ സ്നാനമായി ഏറ്റിരിക്കുന്നത്, മറ്റേ സ്നാനമൊന്നും ഏറ്റിട്ടില്ല, പുള്ളിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇവിടെ ഓർക്കണം, വരുന്ന കർത്താവിനെ കുറിച്ച് അറിയാമായിരുന്നു അപ്പൊല്ലോസിന്. അപ്പൊല്ലോസ്
ഇവിടെ രേഖപ്പെടുത്തി ആത്മാവിൽ എരിവുള്ളവനായിരുന്നത് കൊണ്ട് ഈ കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബേണിംഗ് സ്പിരിറ്റാണ്. എൻ്റെ സഹോദരന്മാരെ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരാണ്. നമ്മൾ ഓർക്കണം, നമ്മൾ മടുപ്പുള്ളവരായി മാറിയാൽ കർത്താവിന് വേണ്ടി എരിയില്ല. കഴിഞ്ഞ സൺഡേയിൽ ഓർപ്പിക്കുകയുണ്ടായി, ആ വിറക് കത്തിക്കൊണ്ടിരിക്കണം, ആ ജ്വാല കെട്ടുപോകാതെ സൂക്ഷിക്കണം, അതിന് നമ്മിൽ പ്രബോധിപ്പിക്കണം, വിറക് കൂട്ടിവെക്കണം, നമ്മൾ ദൈവവചനം പഠിക്കണം, നമ്മൾ ഉത്സാഹമുള്ളവരായി മാറണം. യെസ്, മനുഷ്യന് നമ്മളൊക്കെ എമോഷണൽ ആയിട്ടുള്ളവരാണ്. എമോഷണൽ ഇതിൽ നമ്മൾ ഇതൊക്കെ ഏറ്റക്കുറച്ചിലുണ്ടാകുന്നവരാണ്. എന്നാൽ പരസ്പരമുള്ള നമ്മളുടെ സഹകരണം, നമ്മുടെ കൂട്ടായ്മയൊക്കെ നമ്മളെ കൂടുതൽ എരിവുള്ളവരാക്കി മാറ്റുവാനായിട്ട് ദൈവം ഇടയാക്കും. ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. സ്നാവിയോനാനെക്കുറിച്ച് പറഞ്ഞു, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു. എ ബേണിംഗ് ആൻഡ് ഷൈനിങ് ലൈറ്റ്. ഒരു ചെറിയ ജീവിതത്തിൻ്റെ ഉടമ, ബട്ട് ഹി വാസ് എ ബേണിംഗ് ആൻഡ് ഷൈനിങ് ലൈറ്റ്. അവൻ ജ്വലിച്ചു കൊണ്ടിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച്, എത്രയോ മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്, കർത്താവിൻ്റെ വചനമൊക്കെ വളരെ നന്നായിട്ടറിയാം, പക്ഷേ അവർക്ക് വലിയ എരിവൊന്നുമില്ല. എല്ലാം ഒരു ഉറങ്ങിയ മട്ടിൽ മുന്നോട്ട് പോകും. അങ്ങനെയല്ല, കർത്താവിനെക്കുറിച്ച് പറയുവാൻ ഒരു അവസരം ലഭിക്കുന്നു, ഇച്ചിരി ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നു, എന്നാലും ആത്മാവിൽ എരിവുണ്ടെങ്കിൽ അതിനൊക്കെ പോവുകയും ആ ശുശ്രൂഷകളിൽ വ്യാപരിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും നമ്മൾ നോക്കുക, അതിൻ്റെ 12-ാം വാക്യം, ആശയിൽ സന്തോഷിപ്പീൻ, ഇൻ ഹോപ്പ് റിജോയ്സ്. റിജോയ്സ് ഇൻ ദ ഹോപ്പ്. നമ്മുടെ പ്രത്യാശയിൽ സന്തോഷിക്കുക. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിപ്പാൻ കഴിയും. പ്രത്യാശയ്ക്കായി നമ്മളെ വീണ്ടും ജനിപ്പിച്ചാണെന്ന് നമ്മൾ വളരെ വ്യക്തമായി കാണുന്നു. മാത്രമല്ല, നാം മറ്റുള്ളവരിൽ വ്യത്യസ്തരായത് നമുക്ക് ലഭിച്ച പ്രത്യാശയാണ്. വീണ്ടും എടുത്തു പറഞ്ഞു, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ, പ്രാർത്ഥന വിട്ടിരിപ്പീൻ. കഷ്ടതയിൽ സഹിഷ്ണുത ഇൻ ട്രിബുലേഷൻ റിമെയിൻ പേഷ്യൻറ്റ്. റിമെയിൻ പേഷ്യൻറ്റ്. കഷ്ടത നമ്മളെ പരീക്ഷിക്കുന്നതാണ്. യാക്കോബ് 1:2, 3 വാക്യം, നിങ്ങൾ വിവിധമായുള്ള പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങൾ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരയുളവാക്കുന്നെന്നറിഞ്ഞ് അതിനുശേഷം സന്തോഷിപ്പാനായിട്ട് പറയുന്നു. പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. വളരെ വ്യക്തമായി ആദിമസഭ കടന്നുപോയ കഷ്ടതകളൊക്കെ ഒന്ന് നോക്കിയാട്ടെ. എത്രയോ കഷ്ടങ്ങളിലൂടെ അവർ കടന്നുപോയി. എന്നാൽ അവർ ആ കഷ്ടതയിൽ ദേ റിമെയിൻഡ് പേഷ്യൻ്റ്. വളരെ പേഷ്യൻ്റായി. അന്നത്തെ കാലത്ത് ഈ ദുരിതങ്ങൾ അനുഭവിച്ചവരുടെ ഇതൊക്കെ വായിച്ചാൽ ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്, നീറോയ്ക്കൊക്കെ റോമൻ ചക്രവർത്തിയായ നീറോ വിശ്വാസികളെ കൊന്നൊടുക്കുമ്പോൾ അദ്ദേഹം ഭ്രാന്തനെ പോലായി മാറിയതിൻ്റെ കാരണം ദേ റിമെയിൻഡ് പേഷ്യൻ്റ്. അവരെ കൊല്ലാൻ കൊണ്ടുപോയപ്പോൾ അവർ വളരെ പേഷ്യൻ്റായിരുന്നു. അവർ പാട്ടുപാടിക്കൊണ്ട് മരിക്കുന്നു. എത്രത്തോളം ഉപദ്രവിക്കുന്നു അത്രത്തോളം അവർ ശാന്തരായി, അവർ പാട്ടുപാടി, അവർ ഇങ്ങനെ മരിക്കുമ്പോൾ ഈ മനുഷ്യന് വീണ്ടും വീണ്ടും വേദന വർദ്ധിപ്പിച്ചു. കാരണം എന്തിനാണ് ഇവർ ഇങ്ങനെ സന്തോഷിക്കുന്നത്? വാട്ട് എ ടെസ്റ്റിമണി! എന്തൊരു സാക്ഷ്യമാണ്. എത്രയോ ആളുകൾ കൊല്ലപ്പെട്ടു, പക്ഷേ അവർ വലിയൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ടാണ് അവർ കടന്നുപോയെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവിൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം. ദൈവം നമുക്ക് നൽകിയതേ ഉള്ളൂ, ഇവിടെ നിന്നൊന്നും കൊണ്ടാൻ കഴിയില്ല. നമ്മൾ ദാനശീലരും ഔദാര്യമുള്ളവരുമായിരിക്കാൻ പഠിക്കണം എന്ന് 1 തിമോത്തിയോസ് 6-ാം അധ്യായം നോക്കാം. 1 തിമോത്തി ചാപ്റ്റർ 6 17 തൊട്ടുള്ള വാക്യം, 6:17 തൊട്ട്. ഈ ലോകത്തിലെ ധനവാന്മാരോട് ഉന്നതഭാവം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാതെ ധനത്തിലല്ല, നമുക്ക് സകലവും ധാരാളമായി അനുഭവിപ്പാൻ തന്ന ദൈവത്തിൽ ആശ വെപ്പാനും നന്മ ചെയ്യുവാനും സൽപ്രവൃത്തിയിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാൽ ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരുംകാലത്തേക്ക് നല്ലൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കുന്നു. ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ദാനശീലരും ഔദാര്യമുള്ളവരുമായി ഇരിപ്പാനായിട്ട് പഠിപ്പിക്കണം. നാം കൊടുക്കുവാൻ കടപ്പെട്ടവരാണ്, ദാനശീലരായിരിക്കണം. ദൈവം നമുക്ക് എത്രയോ വലിയ ദാനം നൽകി. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി നൽകി. നമുക്ക് ലഭിച്ചതല്ലാതെ മറ്റൊന്നുമില്ല. ഈ ജീവിതം കൊണ്ട്
മറ്റുള്ളവർക്ക് നാം ഒരു അനുഗ്രഹവും അവർക്കൊരു സന്തോഷവും സമാധാനവും ആശ്വാസമായി തീരുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതോടുകൂടെ അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവാൻ. അതിഥി സൽക്കാരം, പെർസ്യൂയിങ് ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പിന്തുടരുക. സഹോദര പ്രീതിയുടെ ഒരു ഭാഗമാണ് ഈ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ ആതിഥ്യം. ആതിഥ്യം ക്രിസ്തീയ സഭയുടെ ഒരു ഭയങ്കരമായ സാക്ഷ്യമാണ്. ആ അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവാൻ, അത് മറക്കരുത്. എബ്രായലേഖനം 6-ാം അധ്യായത്തിൽ ഒരു ഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്, അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 6 10-ാം വാക്യം നോക്കിയാട്ടെ. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. വിശുദ്ധന്മാരുടെ അവരെ ശുശ്രൂഷിക്കുമ്പോൾ, അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ എന്തിനാ അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അല്ലെങ്കിൽ ഈ ആതിഥ്യം കൊടുക്കുകയും അവരെ ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ മറ്റൊരു കാര്യം വെളിപ്പെടുത്തുന്നു. അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി, നിന്റെ നാമത്തോട് കാണിച്ച സ്നേഹമാണ്. ദൈവജനത്തോട് അവരെ സഹായിച്ചപ്പോൾ, അവർക്ക് ആതിഥ്യം അരുളിയപ്പോൾ അവിടെ കർത്താവ് എടുത്തു പറഞ്ഞു, അത് തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹമാണ്. അത് താൻ മറന്നു കളയില്ല. അത് മറന്നു കളയുവാൻ അനീതിയുള്ളവനല്ല എന്ന് പറഞ്ഞാൽ ഹീ വിൽ നെവർ ഫോർഗെറ്റ് ഇറ്റ്. അതിന് പ്രതിഫലം കൊടുക്കും. അവന് അതിന് പ്രതിഫലം കൊടുത്തിരിക്കും. ഒരു പഴയ നിമിത്തം ഇതൊരു വാക്യം ഞാനൊന്ന് വായിച്ചോട്ടെ. അത് ഒരുപാട് ചിന്തിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. യെശയ്യാപ്രവചനം 58-ാം അധ്യായം നോക്കിയാട്ടെ. യെശയ്യാപ്രവചനം 58-ാം അധ്യായം ഇസ്രായേലിനോട് ദൈവം പറഞ്ഞ ഒരു പ്രമാണമാണ്. അതിൻ്റെ 7 തൊട്ടുള്ള വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാപ്രവചനം 58-ന്റെ 7 തൊട്ടുള്ള വാക്യം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതിരിക്കുന്നതും അല്ലയോ? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെയും പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിമ്പടെ ആയിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും, നീ നിലവിളിക്കും, ഞാൻ വരുന്നുവെന്ന് അവൻ അരുളി ചെയ്യും. മുഖവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുന്നുവെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും, നിന്റെ അന്ധകാരം മധ്യാഗ്നം പോലെയും യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ടനിലത്തിലെ നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെ വെള്ളം വറ്റിപ്പോകാത്ത നീറുറവ് പോലെയും ആകും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും, തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോക്കും. കേടുതീർക്കാവുന്നതെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും. ഞാൻ ഈ അടുത്ത സമയം ജസ്റ്റ് ഫ്യൂ ഡേയ്സ്, ഇന്നലെയോ മിനിഞ്ഞാന്നോ മറ്റോ, ജോൺ ഡി റോക്ക്ഫെല്ലറിനെ കുറിച്ച് വായിക്കുകയായിരുന്നു. ജോൺ ഡി റോക്ക്ഫെല്ലർ, ഞാൻ ആ വർഷമൊക്കെ മറന്നുപോയി, നല്ലത് നോട്ട് ചെയ്യണമെന്ന് ഇപ്പോൾ തോന്നി. അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചപ്പോൾ നൺ ഓഫ് ദീസ് ഡിസീസ് എന്ന് പറഞ്ഞ ഡോക്ടർ മാക്മെല്ലൻ എഴുതിയ ലോകപ്രസിദ്ധമായ ഒരു ബുക്ക്, അതിനകത്ത് ഞാൻ ഈ ഭാഗം എടുത്ത് വായിക്കുകയായിരുന്നു. ജോൺ ഡി റോക്ക്ഫെല്ലറാണ് അമേരിക്കയിൽ ആ കാലത്തിൽ ആദ്യത്തെ ഒരു ബില്യണറായി മാറുന്നത്. 30 വയസ്സിൽ തന്നെ അദ്ദേഹം മില്യണറായി. അദ്ദേഹം ഒരു അടിമ പണിയുന്ന പോലെ പണിയെടുത്ത് ആദ്യത്തെ ഒരു ബില്യനോ മറ്റോ ഉണ്ടാക്കി. അതങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അയാൾ കോടീശ്വരനായി, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പണക്കാരനായി. പക്ഷേ അദ്ദേഹത്തിന് ഉറക്കമില്ല. അദ്ദേഹത്തിന് ഒരു രോഗം വന്നു, തലമുടിയെല്ലാം പൊഴിഞ്ഞു. തലമുടി പൊഴിഞ്ഞ് ഈ പുരികവും കൺപീലികളും എല്ലാം പൊഴിഞ്ഞുപോയി. ജോൺ ഡി റോക്ക്ഫെല്ലർ അദ്ദേഹം പണം ഇങ്ങനെ ഉണ്ടാക്കുക, രാത്രി കിടക്കുമ്പോഴും എങ്ങനെ പണം ഉണ്ടാക്കാം. അങ്ങനെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പണക്കാരനായി മാറി ജോൺ ഡി റോക്ക്ഫെല്ലർ. ഒരു ദിവസം രാത്രി കിടക്കുമ്പോൾ, ഇങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു, അദ്ദേഹം ഏതാണ്ട് മരിക്കും, അധികം നാൾ ജീവിക്കുകയില്ല എന്നൊരു സ്ഥിതിയായി. എന്നാൽ ഒരു ദിവസം രാത്രി കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ചിന്തയുണ്ടായി, ഞാൻ ഉണ്ടാക്കിയ ഒരു തുട്ട് നാണയം പോലും ഞാൻ അപ്പുറത്തെ ലോകത്തിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ സാധിക്കുകയല്ലോ. ആ ചിന്ത തന്നെ ഭരിച്ചതിൻ്റെ ഫലമായി
റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി. താനുണ്ടാക്കിയ പണങ്ങൾ ഏറിയ പങ്കും ആതുര ശുശ്രൂഷകൾക്കും മനുഷ്യൻ്റെ നന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി. കോളേജുകൾ, പല റിസർച്ചുകൾ, രോഗങ്ങൾ കണ്ടുപിടിക്കാൻ ഇങ്ങനെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ പണം അങ്ങോട്ട് കൊടുത്തു. ആ മനുഷ്യൻ ആരോഗ്യവാനായി മാറി. തൻ്റെ അസുഖങ്ങൾ മാറി ആരോഗ്യവാനായി. താൻ മരിക്കുമെന്ന് കരുതിയ മനുഷ്യൻ എത്രയോ ദീർഘായുസോടുകൂടെ ഇരുന്നു. വാസ്തവത്തിൽ ഇപ്പം വായിച്ച വാക്യത്തിൻ്റെ ഒരു വ്യാഖ്യാനമല്ലേ അത്? യെസ്, ഇപ്പം വായിച്ച ഈ വാക്യത്തിൻ്റെ വ്യാഖ്യാനമാണ്. ഈ യെശയ്യാപ്രവചനം 58-ാം അധ്യായത്തിൻ്റെ ഈ 7 തൊട്ട് വായിച്ച വാക്യത്തിൻ്റെ വ്യാഖ്യാനമാണ്. ദൈവം എടുത്ത് പറഞ്ഞു, നീ കൊടുക്കുക, അലഞ്ഞു നടക്കുന്നവനെ ഭക്ഷണം കൊടുക്കുക, അവന് വസ്ത്രം കൊടുക്കുക, എന്നാൽ അപ്പോൾ നിൻ്റെ വെളിച്ചം ഉഷസ് പോലെ ഉദിക്കും, നിൻ്റെ മുറിവുകൾ വേഗത്തിൽ പൊറുതിത്തീരും. നിങ്ങൾ റോക്ക്ഫെല്ലർ, ജോൺ ഡി റോക്ക്ഫെല്ലറിനെ കുറിച്ച് വായിച്ചാൽ ഇത് സംഭവിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഭയങ്കരം ദ്രവ്യാഗ്രഹികളായി ഒരു പൈസ പോലും കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന മനുഷ്യനോട് ഞാൻ പറയട്ടെ, ശാരീരികമായി, അതായത് നമ്മുടെ എൻസൈമുകളിലെല്ലാം ഇത് ബാധിച്ച് നമ്മുടെ ശരീരം രോഗമുള്ളതായി മാറുമ്പോൾ ദൈവം ഒരു പ്രമാണം പറയുമ്പോൾ അത് നമ്മൾ അനുസരിച്ചാൽ അത് ഇവിടെ നമ്മൾ വായിച്ച പോലെ, എന്നാൽ നിനക്കൊരു സൗഖ്യം വരും. നമുക്ക് ആയുസ്സും ആരോഗ്യവും സമാധാനവും ഒക്കെ നമുക്ക് ലഭിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ജോൺ ഡി റോക്ക്ഫെല്ലർ. അത് ഞാൻ ഈ 2 ദിവസം മുമ്പ് മറ്റോ വായിച്ചു, അതുകൊണ്ട് ഓർത്തുപോയി, എൻ്റെ മനസ്സിൽ ഓടി വരികയായിരുന്നു. ഇവിടെ ഈ പറഞ്ഞ വാക്യം അതിന് ഉദാഹരണമാണ്. അതിഥി സൽക്കാരം മറക്കരുത്. നമ്മൾ അബ്രഹാമിനെയും ലോത്തിനെയും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാമിനെ കുറിച്ച് ഉൽപ്പത്തി 18:1 വായിക്കുന്നത്, അവൻ കൂടാരവാതിൽക്കൽ ഇരിക്കുക. ആരെങ്കിലും നടന്നു പോകുന്നുണ്ടോ? ആ കാലത്ത് ഹോട്ടലില്ല, ഒരു വീടൊക്കെ എത്രയോ ദൂരെ ആയിരിക്കും. യാത്രക്കാർ നടന്നു പോകുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടാരത്തിൽ വരണം, വിളിച്ച് കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുക. തിരുവചനത്തിൽ വായിക്കുന്നു, അറിയാതെ ദൂതന്മാരെ സൽക്കരിച്ചു. എബ്രായലേഖനം 13:2 വായിക്കുന്നുണ്ട്, അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചു. ഞാൻ ചിന്തിക്കുന്നില്ല, അബ്രഹാം ഈ 3 യാത്രികരെ ശുശ്രൂഷിക്കുമ്പോൾ അത് ദൈവദൂതനാണ്, യേശുക്രിസ്തുവാണെന്നൊന്നും അബ്രഹാം അപ്പോൾ മനസ്സിലാക്കിയിരുന്നില്ല. അറിയാതെ ശുശ്രൂഷിച്ചു. ഞാൻ ഓർപ്പിക്കട്ടെ, അതിഥി സൽക്കാരം മറക്കരുത്. കൊടുക്കുവാൻ നമുക്ക് മനസ്സുണ്ടായിരിക്കണം. പ്രായോഗികമായ വശത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ നമ്മൾ കൂട്ടായ്മ കാണിക്കണം. 14-ാം വാക്യം നോക്കിയാട്ടെ, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുകയും കരയുന്നവരോട് കരയുകയും ചെയ്യുവിൻ. നമ്മിൽ ഐകമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവിൻ. എളിയവരോട് ചേർന്നുകൊള്ളുവാൻ ആവശ്യപ്പെടുന്നു. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാരെന്ന് വിചാരിക്കാതെ, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ, സകല മനുഷ്യരുടെ മുമ്പിൽ യോഗ്യമായത് മുൻകരുതി, കഴിയുമെങ്കിൽ നിങ്ങൾ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. 18-ാം വാക്യം നോക്കിയാട്ടെ. ഞാൻ ആ വാക്യം പലപ്പോഴും വായിച്ചെൻ്റെ മനസ്സിൽ ഓടി വരാറുണ്ട്. എന്താ വാക്യം പറയുന്നത്? കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കാൻ ശ്രമിക്കാൻ പറയും. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് എബ്രായലേഖനം 13:14 എബ്രായർ 13:14 എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. എഫെസ്യലേഖനം 4:3 അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാനത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവേൻ. നമ്മൾ ശ്രമിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു. എന്നാൽ ഇവിടെ എടുത്തു പറഞ്ഞു, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോട് സമാധാനമായിരിപ്പീൻ. അതിൻ്റെ കാരണം എന്നാ? എല്ലാവരോടും ബുദ്ധിമുട്ടാണെന്ന് ദൈവത്തിന് അറിയാം. എല്ലാ മനുഷ്യരോടും ബുദ്ധിമുട്ടാണെന്ന് ദൈവത്തിന് അറിയാം. ചില പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ എത്ര വിനയപ്പെട്ടാലും എത്ര ശ്രമിച്ചാലും സാധിക്കാത്ത ചില സാഹചര്യങ്ങൾ വരും. ഞാൻ ഈ വാക്യം ഒന്നര ഓർക്കും. എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യും. പക്ഷേ എടുത്തു പറഞ്ഞു, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോട് സമാധാനം, നമ്മുടെ ഭാഗത്തുനിന്ന് സമാധാനത്തിലുള്ളത് നമ്മൾ ശ്രമിക്കണം. പക്ഷേ ഒരു പക്ഷെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരാം. നമ്മൾ ഉൽപ്പത്തി 26 വരുമ്പോൾ ഇസ്ഹാക്ക് അബ്രഹാം കുഴിച്ച കിണറുകളൊക്കെ മണ്ണ് മാന്തി ശരിയാക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്, അവർ വന്ന് വീണ്ടും ആ കിണറുകളെ അവകാശപ്പെടുമ്പോൾ അവിടെ നിന്നും മാറിപ്പോവുകയാണ്. സമാധാനം ആചരിപ്പാൻ ശ്രമിക്കുന്നു.
പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രതികാരം ചെയ്യരുത്. 19 വാക്യം, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. 19 വാക്യം എൻ്റെ സഹോദരന്മാരോട് ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മളെ ഉപദ്രവിക്കുന്നവരെ ഉണ്ട്. ഒരുപാട് പേര് നമ്മളെ ഉപദ്രവിക്കും. വിശ്വാസ ജീവിതത്തിലും വിശ്വാസികളും ഒക്കെ നമ്മളെ ഉപദ്രവിക്കും. നമ്മളൊന്നും ചെയ്യണ്ട. കർത്താവ് അത് ഹാൻഡിൽ ചെയ്തോളും. വിതച്ചാൽ അത് കൊയ്തിരിക്കും, കൊയ്യും. ഒരുപക്ഷെ അല്പസമയം എടുക്കും അതൊന്ന് കിളുത്തു വരാൻ. അവർ കൊയ്തിരിക്കും. അത് കൊടുത്താലേ ഒക്കെ ഉള്ളൂ. മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ കിട്ടും, അത് കിട്ടാതെ പോവില്ല. കർത്താവ് യാക്കോബ് രേഖപ്പെടുത്തി, ജഡത്തിൽ വിധിക്കവൻ ജഡത്തിൽ കൊയ്യും, നാശം കൊയ്യും, കൊയ്യാതിരിക്കില്ല. ഇവിടെ പ്രതികാരം കർത്താവ് കൊടുത്തോളും, നമ്മളൊന്നും ചെയ്യാൻ പോണ്ട. അടുത്ത ഭാഗം കൂടെ നമുക്ക് നോക്കാം. നിന്റെ ശത്രുവിന് വിശക്കുന്നെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. തിന്മയോടെ തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൻ്റെ ചില ആഹ്വാനങ്ങളാണ് തമ്മിൽ ഐക്യമത്യമുള്ളവരായി, ഏകമനസ്സുള്ളവരായി, ഏകാത്മാവിൽ, സഹോദരപ്രീതിയിൽ, അന്യോന്യം. 1-ാം നൂറ്റാണ്ടിൻ്റെ സഭ അങ്ങനെ വർത്തിച്ചതായി നമുക്കറിയാം. എന്നാൽ വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളുവാനായിട്ട് പറയുന്നു. താഴ്മയോടെ ക്രിസ്തുവിൻ്റെ മനസ്സ് നമ്മളിൽ വളരുമ്പോൾ നമുക്ക് അത് ചെയ്യുവാനായിട്ട് ബുദ്ധിമുട്ടില്ല. ദൈവം അതിന് നമ്മളെ ധാരാളമായി സഹായിക്കും എന്നതിനും യാതൊരു തർക്കവുമില്ല. പ്രതികാരം നമുക്കുള്ളതല്ല, പ്രതികാരം കർത്താവ് ചെയ്യും. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു. അനേക വാക്യങ്ങളുണ്ട് ദൈവകോപത്തിന് ഇടം കൊടുപ്പാനായിട്ട് ആവശ്യപ്പെടുന്നു. ഞാനിവിടെ ഈ 12-ാം അധ്യായം നിർത്തുകയാണ്. വളരെ പ്രാധാന്യത അർഹിക്കുന്ന ഹൗ ടു സർവ് ഗോഡ്, ലഭിച്ച കൃപാവരങ്ങൾക്കാസ്പദമായി ഞാൻ ശുശ്രൂഷിപ്പാൻ ബാധ്യസ്ഥനാണെന്നുള്ളത് ദൈവം ഓർപ്പിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ വിലയേറിയ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് സന്ധ്യയിൽ ഞങ്ങളിങ്ങനെ കൂടി വന്ന് ദൈവത്തെ എങ്ങനെ സേവിക്കണമെന്നുള്ളത് ഞങ്ങൾ തിരുവചനത്തിലൂടെ ശ്രദ്ധിക്കുകയായിരുന്നു. സുബോധമായി ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വരാതെ, കർത്താവെ, മറ്റുള്ളവരെ ശ്രേഷ്ഠം എണ്ണിക്കൊണ്ട് സ്നേഹത്തിൽ ഞങ്ങൾക്ക് നൽകിയ കൃപാവരങ്ങളിലൂടെ ഞങ്ങൾ അന്യോന്യം ശുശ്രൂഷിപ്പാൻ കടംപെട്ടവരാണ്. ഞങ്ങൾക്ക് എന്ത് കൃപാവരം തന്നു അതിൽ തന്നെ ഇരിപ്പാനായിട്ട് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. അത് ജ്വലിപ്പിച്ചെടുക്കുവാൻ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ കൃപാവരങ്ങളെ ഉപേക്ഷിച്ച് കളയാതെ അതിനെ ജ്വലിപ്പിച്ച് അനേകർക്ക് പ്രേരണമുള്ളവരാക്കി ഞങ്ങളുടെ ജീവിതത്തെ തീർക്കുവാനായിട്ട് ഇടയാക്കണം. കർത്താവെ, നിൻ്റെ സഭയുടെ ശുശ്രൂഷ അങ്ങനെയാണല്ലോ. ഞങ്ങളെ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളെപ്പോലെ ഒന്നിപ്പിച്ച് ബന്ധിപ്പിച്ചു. ഞങ്ങൾക്ക് അന്യോന്യം ആവശ്യമാണ്, അന്യോന്യ ശുശ്രൂഷ ആവശ്യമാണ്. ഞങ്ങളത് പരസ്പരം മനസ്സിലാക്കി ചെയ്യുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണം. ഒരുപാട് പ്രബോധനങ്ങൾ ഞങ്ങൾ കേട്ടു. ആത്മാവിൽ ഞങ്ങൾ എരിവുള്ളവരായിരിക്കണം. ഞങ്ങളെ ഉറക്കിക്കളയുന്ന ഒരു വല്ലാത്ത കാലത്ത് ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങളെ നിരാശപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് മധ്യത്തിൽ കർത്താവെ, ആത്മാവിൽ എരിവുള്ളവരായി ഞങ്ങൾ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ഞങ്ങൾ മറ്റുള്ളവരോട് ആശ്ചര്യമായി ആ സ്നേഹം വെളിപ്പെടുത്തിക്കൊണ്ട് പ്രതികാരം ഞങ്ങൾക്കുള്ളതല്ല, കർത്താവിന് എല്ലാം ഏൽപ്പിച്ച് അവിടുന്ന് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം അവിടെ നിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാനിടയാക്കണം. ശത്രുവിന് വിശന്നാൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നന്മ ചെയ്താൽ മതി, ബാക്കി നീ ചെയ്യും. ഞങ്ങൾ ഓർത്തതുപോലെ അലഞ്ഞു നടക്കുന്നവനെ ചേർത്തുകൊള്ളുവാനും വിശപ്പുള്ളവൻ ആഹാരം കൊടുക്കുകയും വസ്ത്രമില്ലാത്തവനത് കൊടുപ്പാനും ഒക്കെ ഞങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. ഞങ്ങളങ്ങനെ ചെയ്താൽ നിനക്ക് നന്മയുണ്ടാകും, നിൻ്റെ പ്രകാശം മധ്യാഗ്നം പോലെ ശോഭിക്കും എന്നൊക്കെ ഞങ്ങൾ തിരുവചനത്തിൽ വായിച്ചു. കർത്താവെ, നീ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ പ്രതിഫലങ്ങളൊക്കെ ഉണ്ട്, ഇവിടെയുമുണ്ട്, നിത്യയിലുമുണ്ട്. ഞങ്ങളത് മനസ്സിലാക്കി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് രാത്രി കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവർക്കായി സ്തോത്രം. ഞങ്ങളെ ക്ഷേമത്തോടെ ഞങ്ങളുടെ വീട്ടിലെത്തിക്കണം. നിനക്ക് മഹത്വം ഉണ്ടാകണം. യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.